ഹായ് ഓൾ, വെൽക്കം ടു സയൻസ് ഫോർ ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കെമിസ്ട്രിയിലെ ഒരു ടോപ്പിക്കാണ്. ഓർഗാനിക് കെമിസ്ട്രി അല്ലെങ്കിൽ കാർബണിൻ്റെ കെമിസ്ട്രിയെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പെട്ടെന്ന് തന്നെ ഈ ഒരു ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. അതിനുശേഷം ചോദ്യങ്ങളിലേക്ക് പോകാം. നിങ്ങൾ നോട്ട്ബുക്ക് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റിവിഷൻ പോയിന്റ്സ് നോട്ട് ചെയ്യാനുള്ള പാകത്തിൽ എടുത്തു വെക്കുക. നമുക്ക് റിവിഷൻ പോയിന്റ്സ് പെട്ടെന്ന് തന്നെ ചർച്ച ചെയ്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ചോദ്യങ്ങളിലേക്ക് പോകാം. ഓക്കെ, സോ കാർബൺ എന്ന് പറയുന്ന എലമെൻറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ, കാർബൺ എന്ന് പറയുന്ന മൂലകത്തിനെയാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ, കാർബൺ എന്നുള്ള മൂലകത്തിൻ്റെ അറ്റോമിക നമ്പർ എന്ന് പറയുന്ന 6ആണ്. മാസ് നമ്പർ എന്ന് പറയുന്ന 12ആണ്. അറ്റോമിക് നമ്പർ 6, മാസ് നമ്പർ 12. ഓക്കെ, എന്ന് വെച്ചാൽ ഇയാളിൽ എത്ര ഇലക്ട്രോണുകളുണ്ട്? 6 ഇലക്ട്രോണുകൾ ഉണ്ട് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അറ്റോമിക് നമ്പർ 6 ആയതുകൊണ്ട് തന്നെ 6 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ഇയാളുടെ ഇലക്ട്രോൺ വിന്യാസം അഥവാ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? 2,4 എന്ന വിധത്തിലാണ്. അതായത് ഇയാളുടെ പുറമേയുള്ള ഷെല്ലിൽ നമുക്ക് എത്ര ഇലക്ട്രോൺസ് കാണാനായിട്ട് സാധിക്കും? 4 ഇലക്ട്രോണുകൾ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ കാർബൺ എന്നുള്ള മൂലകം ഞാൻ എടുത്ത് കഴിയുകയാണെങ്കിൽ, കാർബണിൻ്റെ ഏറ്റവും പുറമേയുള്ള ഷെല്ലിൽ 4 ഇലക്ട്രോണുകളുണ്ട്. ഈ 4 ഇലക്ട്രോണുകളെ ഞാൻ 4 ഡോട്ടുകളുടെ രൂപത്തിൽ ഞാൻ ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ തിയറി പ്രകാരം ഈ പ്രപഞ്ചത്തിലുള്ള മൂലകങ്ങൾ അത് സ്റ്റേബിൾ ആവാനാണ് ശ്രമിക്കുക. എല്ലാ എലമെൻസും സ്റ്റേബിൾ ആവും. അപ്പോൾ ഈ സ്റ്റേബിൾ ആവുന്ന ഘട്ടത്തിൽ അവരുടെ പുറമേയുള്ള ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ വേണം എന്ന് പറയുന്നതാണ് നിയമം. പക്ഷേ നമ്മൾ കാർബണിലേക്ക് നോക്കുമ്പോൾ ഇയാളിൽ എന്തേ ഉള്ളൂ? 4 ഇലക്ട്രോണേ ഉള്ളൂ. അയാൾക്ക് ഇനിയും 4 ഇലക്ട്രോണുകൾ കൂടി വേണം. എന്തിന്? സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യും? 4 ഇലക്ട്രോൺസിനെ എങ്ങനെയെങ്കിലും കിട്ടാനുള്ള വിധത്തിൽ പരിശ്രമിക്കും. അപ്പോൾ ഇത് കൂടുതലായിട്ടും തൻ്റെ ഇലക്ട്രോണുകളെ ഷെയർ ചെയ്ത് മറ്റുള്ള എലമെൻറ്റുകളുമായിട്ട് ഷെയർ ചെയ്തിട്ടാണ് സ്റ്റെബിലിറ്റി കൈവരിക്കാനായിട്ട് ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ, ഹൈഡ്രജൻ ആറ്റത്തിന് ആകെ 1 ഇലക്ട്രോണേ ഉള്ളൂ. അപ്പോൾ ഈ ഹൈഡ്രജൻ ആറ്റവുമായിട്ട് അയാൾ തൻ്റെ ഇലക്ട്രോണിനെ ഷെയർ ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു ബോണ്ട്, ഒരു ബന്ധം ക്രിയേറ്റ് ആവും. ഇങ്ങനെ ഷെയറിങ്ങിലൂടെ ഉണ്ടാകുന്ന ബന്ധത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോവലൻ ബോണ്ട് എന്ന് പറയുന്നത്. ഷെയറിങ്ങിലൂടെ ഉണ്ടാകുന്ന ഈ ഒരു ബന്ധത്തിനെ കോവലൻ ബോണ്ട് എന്ന് പറയും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ടോട്ടൽ കാർബണിൻ്റെ കയ്യിൽ എത്ര ഇലക്ട്രോണുകളുണ്ട്? 1, 2, 3, 4, 5, 6, 7, 8. അതുപോലെ ഹൈഡ്രജന് 2 ഇലക്ട്രോൺ ഉണ്ട്. ഹൈഡ്രജന് അത് ചെറിയൊരു എലമെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അയാൾക്ക് സ്റ്റെബിലിറ്റി കിട്ടാനായിട്ട് 2 ഇലക്ട്രോൺ മതി. ഹൈഡ്രജനും സ്റ്റേബിളായി, കാർബണും സ്റ്റേബിളായി. അപ്പോൾ ഇതെന്താണ്? ഇതൊരു കോവലൻ ബോണ്ടാണെന്ന് നമ്മൾ പറയും. അപ്പോൾ 4 സിംഗിൾ കോവലൻ ബോണ്ടിലൂടെ ഉണ്ടാകുന്ന ഒരു കോമ്പൗണ്ടാണ് മീഥൈൻ എന്ന് പറയുന്നത്. അപ്പോൾ കാർബൺ കോമ്പൗണ്ട്സ് പ്രധാനമായിട്ടും കോവാലൻ്റ് കോമ്പൗണ്ട്സ് ആണ്, അല്ലെങ്കിൽ ഇലക്ട്രോണുകളെ ഷെയർ ചെയ്തിട്ടാണ് ഈ കോമ്പൗണ്ട്സ് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഇയാൾക്ക് ടോട്ടൽ 6 ഇലക്ട്രോൺസ് ആണുള്ളത്. ഇലക്ട്രോണിക് വിന്യാസം എന്ന് പറയുന്നത് 2,4 ആണ്. പുറമെ 4 ഇലക്ട്രോൺസ് ആണ് ഉള്ളത് എന്ന് മനസ്സിലാക്കുക. വാലൻസി എന്താണ്? സംയോജകത 4 ആണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഓക്കെ, ഇനി ഈ പറഞ്ഞ കോവലൻ കോമ്പൗണ്ട്സ് ഉണ്ട്. ഒരുപാട് കോവലൻ കോമ്പൗണ്ട്സ് നമ്മുടെ ചുറ്റിലും കാണാനായിട്ട് സാധിക്കും. H2O, വാട്ടർ ഒരു കോവലൻ കോമ്പൗണ്ടാണ്. ഷെയറിങ്ങിലൂടെയാണ് ഉണ്ടാകുന്നത്. HCl, ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഇതൊരു കോവലൻ കോമ്പൗണ്ടാണ്. അങ്ങനെ ഒരുപാട് കോവലൻ കോമ്പൗണ്ടുകളുണ്ട്. എന്തൊക്കെയാണ് ഈ കോവലൻ കോമ്പൗണ്ടുകളുടെ പ്രോപ്പർട്ടീസ്, പ്രത്യേകതകൾ എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ജനറലി പുവർ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. ഇവർക്ക് വൈദ്യുതിയെ അങ്ങനെ കടത്തിവിടാൻ പറ്റില്ല. കാര്യം ഇലക്ട്രോണുകളെ അങ്ങനെ വിട്ടുകൊടുക്കുന്നവരല്ല ഈ പറഞ്ഞ കോവലൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അയോണുകളായിട്ട് ഇവർ മാറുന്നില്ല. അയോണുകളായിട്ട് മാറിയാൽ മാത്രമേ ഇവർ വൈദ്യുതിയെ കടത്തിവിടുള്ളൂ. അപ്പോൾ ഇവരെന്താണ്? പുവർ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. വൈദ്യുതിയുടെ വളരെ മോശം കണ്ടക്ടേഴ്സാണ് ഈ പറഞ്ഞ കോവലൻ കോമ്പൗണ്ട്സ് എല്ലാം തന്നെ. ഓർത്തു വെക്കുക. ദെൻ ജനറലി ലോ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. ഇവരുടെ മെൽറ്റിംഗ് പോയിന്റും അതുപോലെ തന്നെ ബോയിലിംഗ് പോയിന്റും എന്തായിരിക്കും? വളരെ താഴ്ന്നതായിരിക്കും. നമ്മൾ NaCl എന്ന് പറയുന്ന കോമ്പൗണ്ട് എടുക്കുകയാണ്. അതൊരു അയോണിക് കോമ്പൗണ്ടാണെന്ന് പറയും. ഉപ്പ്. NaClൻ്റെയൊക്കെ മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അതേസമയം നമ്മുടെ ഒരു കോവലൻ കോമ്പൗണ്ടിലേക്ക് പോവുകയാണെങ്കിൽ അവരുടെ മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ് ഇതൊക്കെ വളരെ കുറവായിരിക്കും ആപേക്ഷികമായിട്ട് നമ്മൾ നോക്കുമ്പോൾ. കാര്യം എന്താന്ന് പറഞ്ഞാൽ അവർക്കിടയിലുള്ള ഇന്റർമോളിക്കുലാർ ഫോഴ്സസ് എന്താണ്? വളരെ വീക്കാണ്. ഈ കോവലൻ ബോണ്ട് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ്. പക്ഷേ അവർക്കിടയിൽ 2 മോളിക്യൂൾസിൻ്റെ ഇടയിലുള്ള മോളിക്കുലാർ ഫോഴ്സസ് വീക്കാണ്. നമ്മൾ ഉദാഹരണമായിട്ട് നോക്കുകയാണെങ്കിൽ H2O, 2 ഹൈഡ്രജൻ, 1 ഓക്സിജൻ. അപ്പോൾ ഈ ഒരു കോവലൻ ബോണ്ട്, ഇവർക്കിടയിലുള്ള കോവലൻ ബോണ്ട് വളരെ സ്ട്രോങ് ആണ്. പക്ഷേ നമ്മൾ 2 H2O എടുത്ത് നോക്കുകയാണെങ്കിൽ അവർക്കിടയിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് എന്തായിരിക്കും?
വളരെ വീക്കായിരിക്കും എന്ന് മനസ്സിലാക്കി വെക്കുക. അവർക്കിടയിലുള്ള ബന്ധം, രണ്ട് ഇൻഡിവിജ്വൽ മോളിക്യൂൾസിൻ്റെ ഇടയിലുള്ള ബന്ധം വളരെ വീക്കായിരിക്കും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊട്ടിച്ച് കളയാൻ പറ്റും. അതുകൊണ്ട് ഇവർക്ക് ലോ മെൽറ്റിങ്ങും ലോ ബോയിലിംഗ് പോയിൻ്റ് ആയിരിക്കും. അപ്പോൾ ഓർത്തു വെക്കേണ്ട പ്രോപ്പർട്ടീസ് ഇതൊക്കെയാണ്. കോവലൻറ്റ് കോമ്പൗണ്ട്സ് എങ്ങനെയാണ്? പൊതുവേ പുവർ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. അതുപോലെ തന്നെ പൊതുവേ ലോ മെൽറ്റിംഗ് പോയിൻറ്റും തിളനിലയും ഉരുകൽ നിലയൊക്കെ വളരെ കുറവായിരിക്കും. കാരണം എന്താ? ഇൻ്റർ മോളിക്കുലർ ഫോഴ്സസ് വളരെ വീക്കാണ്. ഓക്കെ, ഇനി ഇവരുടെ IUPAC സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നോമൻക്ലേച്ചർ നോട്ട് ചെയ്ത് വെക്കണം. ആദ്യം നമ്മൾ ഓർത്ത് വെക്കേണ്ടത് ഇവരുടെ റൂട്ട് വേർഡാണ്. റൂട്ട് വേർഡ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന വാക്ക് റൂട്ട് വേർഡ്. ഒരു കാർബൺ ഉണ്ടെങ്കിൽ നമ്മൾ മെത്ത് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുക. 2 കാർബൺ ഉണ്ടെങ്കിൽ എത്ത്, 3 കാർബൺ പ്രൊപ്പ്, 4 കാർബൺ ബ്യൂട്ട്, 5 കാർബൺ പെൻറ്റ്, 6 കാർബൺ ഹെക്സ്, 7 കാർബൺ ഹെപ്റ്റ്, 8 കാർബൺ ഒക്റ്റ്, 9 കാർബൺ നൺ, 10 കാർബൺ ഡെക്ക്. നിങ്ങൾ നിർബന്ധമായിട്ട് മിനിമം 6 കാർബൺ വരെയെങ്കിലും ഈ റൂട്ട് വേർഡ് പഠിച്ചു വെക്കണം. 6 കാർബൺ വരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, മെത്തിൽ തുടങ്ങി 6 കാർബൺ ഹെക്സ് വരെ ഉള്ളത് തീർച്ചയായിട്ടും പഠിച്ചു വെക്കണം. ബാക്കിയുള്ളത് പഠിക്കേണ്ട എന്നല്ല, എന്നാലും നിർബന്ധമായിട്ടും പഠിച്ചു വെക്കേണ്ടതാണ്. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നതാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ റൂട്ട് വേർഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ മേലെയാണ് നമ്മൾ പല കാര്യങ്ങൾ ആഡ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ പേര് നമ്മൾ സൃഷ്ടിക്കുന്നത് IUPAC നിയമപ്രകാരം. ഓക്കെ, അങ്ങനെ നമ്മൾ ഹൈഡ്രോ കാർബണുകളിലേക്ക് വരികയാണ്. ഹൈഡ്രോ കാർബണുകൾ എന്ന് പറഞ്ഞാൽ കാർബണും ഹൈഡ്രജനും മാത്രം അടങ്ങിയിട്ടുള്ള കോമ്പൗണ്ടുകളെയാണ് നമ്മൾ ഹൈഡ്രോ കാർബൺ എന്ന് പറയാം. ഹൈഡ്രോ കാർബണിലെ ആദ്യത്തെ വിഭാഗത്തെയാണ് നമ്മൾ ആൽക്കെയിനുകൾ എന്ന് പറയുന്നത്. ആൽക്കെയിനുകൾ. അപ്പോൾ ഈ ആൽക്കെയിനുകളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കിടയിൽ കാർബൺ കാർബൺ സിംഗിൾ ബോണ്ടായിരിക്കും. എല്ലാ കാർബൺ ആറ്റങ്ങൾക്കിടയിലും ഒരു സിംഗിൾ ബോണ്ടാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് ആൽക്കെയിനുകൾ എന്ന് പറയുന്ന ഹൈഡ്രോ കാർബണുകളായിരിക്കും. ഇനി ഇവരുടെ ജനറൽ ഫോർമുല ഓർത്ത് വെക്കണം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. CnH2n+2 എന്നുള്ളതാണ് ജനറൽ ഫോർമുല. അവരുടെ ആൽക്കെയിനുകളുടെ ജനറൽ ഫോർമുല. ഈ N എന്ന് പറയുന്നത് 1, 2, 3, 4 എന്നിങ്ങനെ നമുക്ക് നമ്പർ കൊടുക്കാവുന്നതാണ്. സപ്പോസ് Nന് 1 കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? C1H2 × 1+2. 2 × 1+2 എത്രയാണ്? 4 ആണ് അല്ലേ? CH4 എന്നുള്ളതാണ് ആൽക്കെയിനുകളുടെ ആദ്യത്തെ മെമ്പർ എന്ന് പറയുന്നത്. ഇയാളെ വിളിക്കുന്ന പേരെന്താ? നമ്മുടെ റൂട്ട് വേർഡ് എന്തായിരുന്നു? ഒരു കാർബൺ ഉണ്ടെങ്കിൽ മെത്തിൻ്റെ കൂടെ സഫിക്സ് ആയിട്ട് സഫിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? പേരിന് ശേഷം സഫിക്സ്. പേരിന് ശേഷം സഫിക്സ്. പേരിന് ശേഷം ഈ റൂട്ട് വേർഡിന് ശേഷം, റൂട്ട് വേർഡ് എന്ന് പറയുന്നത് കാർബണിൻ്റെ എണ്ണത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ്. റൂട്ട് വേർഡിന് ശേഷം സഫിക്സ് ആയിട്ടുള്ള ANE നമ്മൾ ചേർക്കും. അപ്പോൾ ഒരു കാർബൺ മെത്തിൻ്റെ കൂടെ ANE, മീഥെയിൻ എന്ന് പറയുന്നതാണ് ഇയാളുടെ പേര്. മീഥെയിൻ ആണ് ഇയാളുടെ പേര്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2 കാർബൺ, ഇതൊരു ആൽക്കെയിൻ തന്നെയാണ്. അപ്പോൾ ഇയാളുടെ പേരെന്താ? എത്തിൻ്റെ കൂടെ ANE, ഈഥെയിൻ. ഇവിടെ 3 കാർബൺ, അപ്പോൾ പ്രൊപ്പ് എന്നുള്ള റൂട്ട് വേർബ്, അതിൻ്റെ കൂടെ എയിൻ എന്നുള്ള സഫിക്സ്, പേരിന് ശേഷം പ്രൊപ്പൈൻ എന്നുള്ള പേര്. ഇവിടെ എന്താണ്? ബ്യൂട്ടാണ്. ബ്യൂട്ടിൻ്റെ കൂടെ ANE, ബ്യൂട്ടൈൻ. ഇവിടെ 1, 2, 3, 4, 5 പെൻറ്റെയിൻ എന്നുള്ള ആൾ. ഓക്കെ, സോ ജനറൽ ഫോർമുല എന്താണ്? CnH2n+2. CnH2n+2. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. ഓരോ മെമ്പറിലേക്ക് നമ്മൾ വരുമ്പോഴും CH4 നിന്ന് CH3യിലേക്ക് വരുമ്പോൾ ഇതെന്താണ്? C2H6 ആണ് ആക്ച്വലി അല്ലേ? C2H6 ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഒരു CH2 ഗ്രൂപ്പ് കൂടിയിട്ടുണ്ട്. ഇവിടെ നിന്ന് അടുത്ത ആളിലേക്ക് വരുമ്പോൾ അപ്പോഴും ഒരു CH2 ഗ്രൂപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോഴും ഒരു CH2 ഗ്രൂപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോഴും ഒരു CH2 ഗ്രൂപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് ഇതെന്തുകൊണ്ടാണ് എന്നുള്ളത് പിന്നീട് പറയാം. ഓരോ മെമ്പറിലേക്ക് വരുന്തോറും CH2 ഗ്രൂപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, യെസ്. ദെൻ അടുത്തതായിട്ട് കാർബൺ ഡബിൾ ബോണ്ട് ആണെങ്കിൽ അവരെ നമ്മൾ ഈൻ എന്നുള്ള സഫിക്സ് ആണ് ഇടുക. ഇവരുടെ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? ജനറൽ ഫോർമുല CnH2n. ഇവിടെ എന്തുണ്ടാവില്ല? മീഥീൻ ഉണ്ടാവില്ല. ഒറ്റ കാർബൺ ഉള്ള ആൽക്കീൻ ഉണ്ടാവില്ല. മിനിമം 2 കാർബണെങ്കിലും വേണം. ഒരു ഡബിൾ ബോണ്ട് ഉണ്ടാവണമെങ്കിൽ മിനിമം 2 കാർബണെങ്കിലും വേണം. അപ്പോൾ ആദ്യത്തെ മെമ്പർ ആരായിരിക്കും? ഈഥീൻ എന്ന് പറയുന്ന ആളാണ്. ആദ്യത്തെ മെമ്പർ ഈഥീൻ. ഇനി അടുത്ത മെമ്പർ എന്ന് പറയുന്ന ആൾ ആരായിരിക്കും? 3 കാർബൺ ഉണ്ടെങ്കിൽ പ്രൊപ്പാണ് അല്ലെ? പ്രൊപ്പീൻ എന്ന് പറയുന്ന ആളായിരിക്കും. വാലൻസി അനുസരിച്ച് നമുക്ക് ഹൈഡ്രജൻ ആഡ് ചെയ്യാം. ഇവിടെ 2 ആൾ ബാക്കിയുണ്ട്. ഹൈഡ്രജൻ 2 ആഡ് ചെയ്യും. ഇവിടെയും 2. ഇവിടെ CH3. ടോട്ടൽ വാലൻസി 4 ആയിരിക്കണം.
ഇവിടെ എത്രയാണ്? ഓൾറെഡി 3 വാലൻസി ആയി. അപ്പോൾ ഒറ്റ ഹൈഡ്രജൻ കൂടി. ഇവിടെ 2 വാലൻസി ആയി, 2 ഹൈഡ്രജൻ കൂടി, പ്രൊപ്പീൻ. ഇനി കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ അതിനെ ആൽക്കൈൻ, YNE എന്നാണ് വിളിക്കുക. ജനറൽ ഫോർമുല എങ്ങനെയാണ്? CnH2n-2 എന്നാണ് ആൽക്കൈനുകളുടെ ജനറൽ ഫോർമുല. ഇവിടെയും എന്തില്ല? ഒറ്റ കാർബൺ ഇല്ല. ഇവിടെ ആൽക്കൈൻ ഉണ്ടാവണമെങ്കിൽ മിനിമം 2 കാർബണെങ്കിലും ഉണ്ടായിരിക്കണം. മിനിമം 2 കാർബണുകൾക്കിടയിലേ എന്തുണ്ടാവുള്ളൂ? ട്രിപ്പിൾ ബോണ്ട് ഉണ്ടാവും. അതുകൊണ്ട് ആദ്യത്തെ മെമ്പർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈഥൈൻ ആയിരിക്കും. ഈഥൈൻ, CH. അടുത്ത മെമ്പർ ആരായിരിക്കും? പ്രൊപ്പൈൻ. അടുത്ത മെമ്പർ ബ്യൂട്ടൈൻ. അങ്ങനെ നമുക്ക് നെയിം ചെയ്തു പോകാം. ഓക്കെ. ഇനി അടുത്തത് ഫങ്ഷണൽ ഗ്രൂപ്പുകളാണ്. എന്താണ് ഫങ്ഷണൽ ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞാൽ? ആറ്റങ്ങൾ, ഇൻഡിവിജ്വൽ ആറ്റങ്ങൾ, അതായത് ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, ഇതൊക്കെ ആറ്റങ്ങളാണ്. അല്ലെങ്കിൽ ഗ്രൂപ്പുകൾ, ആറ്റങ്ങളുടെ ഗ്രൂപ്പുകൾ എന്ന് പറയുമ്പോൾ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ഒരൊറ്റ ഗ്രൂപ്പായിട്ട് നിൽക്കുകയാണ്. ഓക്സിജൻ, ഹൈഡ്രജൻ ഒറ്റ ഗ്രൂപ്പാണ്. അപ്പോൾ ആറ്റങ്ങൾ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആറ്റങ്ങൾ വിച്ച് ഗീവ് എ കെമിക്കൽ പ്രോപ്പർട്ടി ടു എ കോമ്പൗണ്ട്. ഈ ഗ്രൂപ്പുകൾ അവിടേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള കെമിക്കൽ രാസ സ്വഭാവങ്ങൾ ആ കോമ്പൗണ്ടുകൾക്ക് ഫോം ആവും. അതുകൊണ്ടാണ് ഇവരെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫങ്ഷണൽ ഗ്രൂപ്പുകൾ എന്ന് വിളിക്കുന്നത്. അതിൽ ആദ്യത്തെ ടൈപ്പാണ് ഹാലോ കോമ്പൗണ്ടുകൾ. ഹാലജൻസ് എന്ന് പറയുന്ന അംഗങ്ങൾ ഇതിലേക്ക് വന്നാൽ, ഇപ്പോൾ ക്ലോറിനാണ് വരുന്നതെങ്കിൽ ക്ലോറോ, ബ്രോമോ, ഇത് പ്രിഫിക്സ് ആയിട്ടാണ് പേരിൽ ആഡ് ചെയ്യേണ്ടത്. പ്രിഫിക്സ് എന്ന് പറയുന്നത് പേരിൻ്റെ മുന്നിലായിട്ടാണ് പ്രിഫിക്സ്. ഉദാഹരണത്തിന് CH3Cl, ഇതിൻ്റെ പേരെങ്ങനെ എഴുതുക? IUPAC നെയിം എങ്ങനെ എഴുതുക നോക്കാം. ഒറ്റ കാർബൺ, അപ്പം മീഥൈൻ ആണ്. പക്ഷേ പേരിൻ്റെ മുന്നിലായിട്ട് എന്ത് നമ്മൾ എഴുതണം? ക്ലോറിനാണ് ഇവിടെ വന്നിട്ടുള്ള പേരിൻ്റെ മുന്നിൽ. അപ്പോൾ ഇയാളുടെ പേരെന്താണ്? ക്ലോറോമീഥൈൻ എന്നാണ് ഇയാളുടെ പേര്, ക്ലോറോമീഥൈൻ. അടുത്ത ആളുടെ പേരെന്തായിരിക്കും? ഇവിടെ 2 കാർബൺ, ഈഥൈൻ എന്നായിരിക്കും പേര്. അതിൻ്റെ മുന്നിലായിട്ട് ക്ലോറോ എന്ന് ചേർക്കണം. ക്ലോറോ ഈഥൈൻ. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 3 കാർബൺ, പ്രൊപ്പൈൻ, അതിൻ്റെ പേരിന് മുന്നിലായിട്ട് ക്ലോറോ ചേർക്കണം. ക്ലോറോ പ്രൊപ്പൈൻ. അപ്പോൾ ഹാലജനുകളാണ് വരുന്നതെങ്കിൽ പേരിൻ്റെ മുന്നിലാണ് ചേർക്കേണ്ടത്. പ്രിഫിക്സ് ആണ്. ക്ലോറിനാണെങ്കിൽ ക്ലോറോ. ഇനി ബ്രോമിനാണ് വരുന്നതെങ്കിൽ ജസ്റ്റ് ബ്രോമോ. ക്ലോറിൻ, ക്ലോറോ, ബ്രോമിൻ, ബ്രോമോ, അയഡിൻ, അയഡോ, അങ്ങനെയൊക്കെയാണ് അതിൻ്റെ പേരുകൾ വരിക. ഓക്കെ. ഇനി ഈ പറഞ്ഞ ഈ ക്ലോറോ എന്ന് പറയുന്ന ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ അവരെന്തായിരിക്കും? ഹോമലോഗസ് സീരീസുകളായിരിക്കും. എന്ന് വെച്ചാൽ അടുത്ത മെമ്പേഴ്സിൻ്റെ ഇടയിൽ ഒരു CH2 ഗ്രൂപ്പിൻ്റെ വ്യത്യാസം ഉണ്ടാകും. നമുക്ക് അതിലേക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വരാം. ഇനി അടുത്ത ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആൽക്കഹോൾ എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പാണ്. ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ OH എന്ന് പറയുന്ന ഗ്രൂപ്പാണ്. ഇയാളെ പേരിന് ശേഷമാണ് ചേർക്കേണ്ടത്. നേരത്തെ നമ്മൾ പ്രിഫിക്സ് ആണ് കണ്ടത് പേരിന് മുന്നേ, ഇത് പേരിന് ശേഷം. ഉദാഹരണത്തിന് CH3OH എന്നുള്ള ഒരു കോമ്പൗണ്ട് കാണാം. ഇവിടെ എത്ര കാർബൺ? ഒറ്റ കാർബൺ. അപ്പം മീഥൈൻ എന്നാണ് ഇതിൻ്റെ റൂട്ട് വേർഡ് വരിക. അതിൻ്റെ കൂടെ ആൽക്കഹോൾ, ഓൾ. അപ്പോൾ ഓൾ എന്നുള്ളത് സഫിക്സ് ആയിട്ട് ചേർക്കണം പേരിന് ശേഷം. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഈ അവസാനമുള്ള ഉണ്ടല്ലോ, ഈ നമ്മൾ കളയണം. അപ്പോൾ ഇയാളുടെ പേരെന്തായിരിക്കും? മെഥനോൾ എന്നാണ് ഇയാളുടെ പേര്, മെഥനോൾ. അങ്ങനെയാണെങ്കിൽ അടുത്ത ആളുടെ പേര് നിങ്ങൾക്ക് പറയാൻ പറ്റുമല്ലോ, CH3CH2OH. ആൽക്കഹോളാണ്, ഓളാണ് സഫിക്സ് ആയിട്ട് ചേർക്കേണ്ടത്. 2 കാർബൺ, ഈഥൈൻ പ്ലസ് ഓൾ. അവസാനമുള്ള എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞാൽ ഇയാളുടെ പേരെന്താണ്? എഥനോൾ. 3 കാർബൺ ഉണ്ടെങ്കിൽ പ്രൊപ്പനോൾ, 4 കാർബൺ ഉണ്ടെങ്കിൽ ബ്യൂട്ടനോൾ, പെൻറ്റനോൾ, 5 കാർബൺ ഉണ്ടെങ്കിൽ പെൻറ്റനോൾ, അങ്ങനെ എഴുതി പോകാം. അപ്പോൾ സഫിക്സ് ആയിട്ടാണ് ഈ ഒരു ആൽക്കഹോൾ എന്നുള്ള ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പേര് എഴുതേണ്ടത്. അടുത്ത ഗ്രൂപ്പ് എന്ന് പറയുന്നത് CHO എന്ന് പറയുമ്പോൾ C∪H എന്നുള്ള രീതിയിലാണ് ഈ ഒരു ഫങ്ഷൻ ഗ്രൂപ്പ് CHO. ഇവിടെ എന്താണ്? പേരിന് ശേഷമാണ് സഫിക്സ് അഥവാ ആൾഡിഹൈഡ് എന്ന് പറയുന്ന ഫങ്ഷൻ ഗ്രൂപ്പ്. ഉദാഹരണത്തിന് HCHO എന്നുള്ള കോമ്പൗണ്ട്, ആദ്യത്തെ ആളാണ് HCHO. ഇവിടെ ആകെ ഒറ്റ കാർബൺ ഉണ്ടെങ്കിൽ അയാളുടെ പേര് മീഥൈൻ. അതിൻ്റെ കൂടെ എന്താണ് ആഡ് ചെയ്യേണ്ടത്? ആൾ എന്നുള്ളത് പേരിന് ശേഷം, മീഥൈൻ്റെ കൂടെ ആൾ. അപ്പോൾ അവസാനമുള്ള എലിമിനേറ്റ് ചെയ്ത് കളയാം. അപ്പോൾ ഇയാളുടെ പേരെന്തായിരിക്കും? മെഥനാൾ എന്നാണ് ഇയാളുടെ പേര്. IUPAC പേരെന്താണ്? മെഥനാൾ എന്നാണ്. പക്ഷേ ഇയാൾക്ക് മറ്റൊരു പേരുണ്ട്, അതൊരു കോമൺ നെയിമായിട്ട് നമുക്ക് പറയാം. ഇയാളുടെ കോമൺ നെയിം എന്ന് പറയുന്നത് നോട്ട് ചെയ്ത് വെക്കുക. മെഥനാളിൻ്റെ കോമൺ നെയിം എന്ന് പറയുന്നത് എന്താണ്? ഫോർമാൽഡിഹൈഡ് എന്നാണ്. ഫോർമാൽഡിഹൈഡ് എന്നാണ് കോമൺ നെയിം. രണ്ടാമത്തെ മെമ്പർ CH3CHO. നോക്കുമ്പോൾ 2 കാർബൺ ഉണ്ട്. ഇപ്പം ഈഥൈൻ്റെ കൂടെ ആൾ എന്നുള്ള ആൾ.
ദെൻ ഈ എലിമിനേറ്റ് ചെയ്ത് കളയാം. അപ്പോൾ ഇയാളുടെ പേരെന്തായിരിക്കും? എഥനാൽ. എഥനാൽ. പക്ഷേ ഇയാൾക്കൊരു കോമൺ നെയിം ഉണ്ട്. സാധാരണയായിട്ട് വിളിക്കുന്ന ഒരു പേര് എന്ന് പറയുന്നത് എന്താണ്? അസറ്റാൽഡിഹൈഡ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? അസറ്റാൽഡിഹൈഡ്. ആദ്യത്തെ ആളെ ഫോർമാൽഡിഹൈഡ് എന്നും അടുത്ത ആളെ നമ്മൾ അസറ്റാൽഡിഹൈഡ് എന്നും വിളിക്കും. IUPAC നിയമപ്രകാരം ആൾ എന്നുള്ളത് എന്തായിട്ട് ചെയ്യണം? സഫിക്സ് ആയിട്ട് റൂട്ട് വേർഡിൻ്റെ കൂടെ ചെയ്യണം. ഇ എന്നുള്ളത് എലിമിനേറ്റ് ചെയ്ത് കളയണം. ഇത്രയേ ഉള്ളൂ കാര്യം. അടുത്ത ഫംഗ്ഷൻ ഗ്രൂപ്പ് എന്ന് പറയുന്ന കീറ്റോൺ ആണ്. C∪B എന്നുള്ളതാണ് കീറ്റോൺ. ഈ C∪O എന്നുള്ള കീറ്റോണ് ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് വരണമെങ്കിൽ മിനിമം അപ്പുറത്തും ഇപ്പുറത്തും കാർബൺ ഉണ്ടായിരിക്കണം. സപ്പോസ് ഇവിടെ ഒരു ഹൈഡ്രജനാണ് വന്നതെങ്കിൽ അതെന്തായി പോവും? ആൾഡിഹൈഡായി പോവും. അത് പറ്റില്ല. അപ്പോൾ മിനിമം ഈ സൈഡിലും കാർബൺ വേണം, ഈ സൈഡിലും കാർബൺ വേണം. അപ്പോൾ അങ്ങനെയുള്ള ആളാണ് ആദ്യത്തെ മെമ്പർ എന്ന് പറയുന്നത്. കീറ്റോൺ എന്ന് പറയുന്ന ഗ്രൂപ്പിലെ ആദ്യത്തെ മെമ്പർ എന്ന് പറയുന്നത് ഈ സൈഡിൽ കാർബൺ, ഈ സൈഡിൽ കാർബൺ, നടുക്ക് CO എന്നുള്ള ഫംഗ്ഷൻ ഗ്രൂപ്പ്. അപ്പോൾ നമ്മളിവിടെ ടോട്ടൽ നോക്കുമ്പോൾ എത്ര കാർബൺ ആറ്റങ്ങൾ? 1 2 3. പ്രൊപ്പെയിൻ അല്ലേ? പ്രൊപ്പെയിൻ. പ്രൊപ്പെയിൻ്റെ കൂടെ ONE ഓൺ എന്നുള്ളത് സഫിക്സ് ആയിട്ട് പേരിന് ശേഷം ആഡ് ചെയ്യുക. അപ്പോൾ എന്ത് വരും? അവസാനമുള്ള ഈ എലിമിനേറ്റ് ചെയ്ത് കളയണം. ഇയാളുടെ പേരെന്തായിരിക്കും? പ്രൊപ്പനോൺ. പ്രൊപ്പനോൺ. പ്രൊപ്പനോൺ എന്നുള്ളതാണ് ഇയാളുടെ പേര്. പ്രൊപ്പനോൺ. അല്ലെങ്കിൽ ഇയാൾക്കൊരു കോമൺ നെയിം ഉണ്ട്. കോമൺ നെയിം. ഇയാളുടെ കോമൺ നെയിം എന്ന് പറയുന്നത് എന്താണ്? അസറ്റോൺ എന്ന് പറയുന്നതാണ്. അസറ്റോൺ. ഇയാളുടെ IUPAC നെയിം എന്താണ്? പ്രൊപ്പനോൺ. 3 കാർബൺ, പ്രൊപ്പനോൺ. കോമൺ നെയിം എന്താണ്? അസറ്റോൺ. അപ്പോൾ C∪B ആണ് കീറ്റോൺ. അപ്പോൾ ഇതിലെ ആദ്യത്തെ മെമ്പർ എന്ന് പറയുന്നത് മിനിമം 3 കാർബൺ ഉണ്ടായിരിക്കും. ശേഷം 4 കാർബൺ, 5 കാർബൺ എന്നുള്ള ഓർഡറിൽ അതിങ്ങനെ പോകും. ഇനി അടുത്തത് COOH, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ ഗ്രൂപ്പ്. കാർബോക്സിലിക് ആസിഡ് എന്ന് പറയും. കാർബോക്സിലിക് ആസിഡ് വരുമ്പോൾ ഓയിക് ആസിഡ് എന്നുള്ളതാണ് ഇവിടെ സഫിക്സ് ആയിട്ട് ആഡ് ചെയ്യേണ്ടത്. ഓയിക് ആസിഡ്. എക്സാമ്പിൾ പറയാം. HCOOH. COH എന്നുള്ള ഫംഗ്ഷൻ ഗ്രൂപ്പ് ഓയിക് ആസിഡ്. 1 കാർബൺ ആണുള്ളത്. അപ്പം മീഥെയിൻ. മീഥെയിൻ. മീഥെയിൻ്റെ കൂടെ ഓയിക് ആസിഡ് പേരിന് ശേഷം അല്ലേ? സഫിക്സ് ശേഷം. അപ്പോൾ അവസാനമുള്ള ഈ ഒഴിവാക്കിയാൽ ഇതിൻ്റെ പേരെന്താ? മെഥനോയിക് ആസിഡ്. മെഥനോയിക് ആസിഡ്. അല്ലെങ്കിൽ ഇയാൾക്കൊരു കോമൺ നെയിം ഉണ്ട്. കോമൺ നെയിം എന്താണെന്നറിയോ? ഫോമിക് ആസിഡ്. ഉറുമ്പ് കുത്തുമ്പോൾ ഇഞ്ചെക്ട് ചെയ്യുന്ന ആസിഡ് ഉണ്ടല്ലോ, അത് ഇതാണ്. ഫോമിക് ആസിഡ് കോമൺ നെയിമാണ് മെഥനോയിക് ആസിഡ്. ഇനി അടുത്ത മെമ്പർ എന്ന് പറയുന്നത് CH3COOH. 2 കാർബൺ ആറ്റം. അപ്പോൾ ഈഥെയിൻ. ഈഥെയിൻ. ഈഥെയിൻ്റെ കൂടെ ഓയിക് ആസിഡ്. ഓയിക് ആസിഡ്. അവസാനമുള്ള ഈ ഒഴിവാക്കി കളയണം. അപ്പോൾ എന്ത് പേര് വരും? എഥനോയിക് ആസിഡ്. എഥനോയിക് ആസിഡ്. അല്ലെങ്കിൽ മറ്റൊരു കോമൺ നെയിം ഉണ്ട്. ഓക്കെ, ഇയാൾക്കും ഒരു കോമൺ നെയിം ഉണ്ട്. ആ കോമൺ നെയിം എന്താണെന്നറിയോ? അസറ്റിക് ആസിഡ്. അസറ്റിക് ആസിഡ്. അസറ്റിക് ആസിഡ് അല്ലെങ്കിൽ വിനാഗിരി. നമ്മൾ വീടുകളിൽ യൂസ് ചെയ്യുന്ന വിനാഗിരി ഉണ്ടല്ലോ, അതെന്താ? അസറ്റിക് ആസിഡാണ്. CH3COOH. ഓക്കെ, അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഫങ്ഷണൽ ഗ്രൂപ്പുകളെ നമ്മൾ പരിചയപ്പെട്ടിരിക്കുകയാണ്. ഓക്കെ, ഇനി നമ്മൾ ഹോമോലോഗസ് സീരീസുകളെ പറ്റി ജസ്റ്റ് പറഞ്ഞു അല്ലേ? എന്താണ് ഹോമോലോഗസ് സീരീസ് എന്ന് ബ്രീഫായിട്ട് പറയാം. ഹോമോലോഗസ് സീരീസ് എന്ന് പറഞ്ഞാൽ എന്താ? എ സീരീസ് ഓഫ് കോമ്പൗണ്ട് വിത്ത് സെയിം ഫംഗ്ഷൻ ഗ്രൂപ്പ്. ഒരു സീരീസാണ്, ഒരു ശ്രേണിയാണ്. ആ ശ്രേണിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേ ഫംഗ്ഷൻ ഗ്രൂപ്പ് ആയിരിക്കും. അതായത് ഒരു സീരീസ് ആണെങ്കിൽ അത് OH എന്നുള്ള രീതിയിൽ തന്നെയായിരിക്കും ചിലപ്പോൾ. അല്ലെങ്കിൽ CHO ആൽഡിഹൈഡ് മൊത്തമായിട്ട് അങ്ങനെയായിരിക്കും. അല്ലെങ്കിൽ ആസിഡുകൾ മൊത്തമായിട്ട് അങ്ങനെയായിരിക്കും. എല്ലാവർക്കും സെയിം ഫംഗ്ഷൻ ഗ്രൂപ്പ്, സെയിം ജനറൽ ഫോർമുല. എല്ലാവർക്കും ഒരേ ജനറൽ ഫോർമുല. സിമിലർ കെമിക്കൽ പ്രോപ്പർട്ടീസ്. ഒരേ രാസ സ്വഭാവം. അതായത് അവർ പലരുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് ഒരേപോലെ ആയിരിക്കും. അതിനെയാണ് രാസ സ്വഭാവം എന്ന് പറയുന്നത്. വേർ ഈച്ച് കോൺസിക്യൂട്ടീവ് മെമ്പർ ഡിഫേഴ്സ് ബൈ CH2. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അടുത്തടുത്ത മെമ്പറുകൾക്കിടയിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എന്തായിരിക്കും? CH2. ഓർമ്മയില്ലേ? നമ്മൾ ആൽക്കെയിനുകളെ ഒരു ജനറൽ ഫോർമുലയിലൂടെ റെപ്രസെൻറ്റ് ചെയ്യാം. CnH2n+2. ഇവിടെ ഓരോ മെമ്പേഴ്സായിട്ട് അടുത്തടുത്ത മെമ്പേഴ്സിനെ എഴുതിയിട്ടുണ്ട്. ഓരോ മെമ്പേഴ്സിലേക്കും വരുമ്പോൾ എന്താണ്? ഓരോ CH2 ഗ്രൂപ്പ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാർബണിൻ്റെ മാസ് നമുക്കറിയാം. കാർബണിൻ്റെ ആറ്റത്തിൻ്റെ മാസ് എത്രയാണ്? 12 യൂണിറ്റ് ആണ്. ഹൈഡ്രജൻ്റെ 1 യൂണിറ്റ് ആണ്. അപ്പോൾ ഓരോ CH2 കൂടുക എന്ന് പറഞ്ഞാൽ 14 യൂണിറ്റ് മാസ് കൂടി ഓരോ മെമ്പേഴ്സിലും വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഹോമോലോഗസ് സീരീസുകളുടെ ജനറൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, മോളിക്കുലാർ മാസ് ഇൻക്രീസ് മൂവിങ് അപ്പ് ഹോമോലോഗസ് സീരീസ്. ഒരു ഹോമോലോഗസ് സീരീസിൽ നിങ്ങൾ വരിയായിട്ട് താഴോട്ടേക്ക് പോകുമ്പോൾ അതിൻ്റെ
മോളിക്കുലാർ മാസ് കൂടുന്നതായിട്ട് കാണാൻ പറ്റും. കാര്യം ഓരോ CH2 ഗ്രൂപ്പ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരു CH2 എന്ന് പറയുമ്പോൾ 14 യൂണിറ്റ് വരുന്നുണ്ട്. അങ്ങനെ ഓരോ 14 യൂണിറ്റ് അവിടെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് അപ്പ് ദ സീരീസ്. അത് നിങ്ങൾ ലോജിക്കലായിട്ട് ചിന്തിച്ചാൽ മതി. ഒരു മാസ് കൂടിയ വസ്തുവിനെയാണ് തിളപ്പിക്കാൻ കുറച്ചുകൂടി പാട്, അല്ലേ? എൻ്റെ കയ്യിൽ ഒരു മാസ് കുറഞ്ഞ വസ്തുവും മാസ് കൂടിയ വസ്തു ഉണ്ടെങ്കിൽ മാസ് കൂടിയ വസ്തുവിനെയാണ് തിളപ്പിക്കാനായിട്ട് പാട്. കാര്യം അത്രയും ബോണ്ടുകൾ, അത്രയും ബന്ധങ്ങൾ നമുക്ക് അത്രയും എനർജി കൊടുത്ത് പൊട്ടിക്കണം. അതുകൊണ്ട് തന്നെ ഈ മാസ് കൂടുന്നതിനനുസരിച്ച് എന്ത് കൂടും? മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും കൂടും എന്ന് തന്നെ ഓർത്ത് വെക്കുക. ഗ്രഡേഷൻ ഇൻ അതർ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ലൈക്ക് സോലിബിലിറ്റി പോലെയുള്ള പ്രോപ്പർട്ടീസിൽ ഒരു ഗ്രഡേഷനാണ് കാണുന്നത്. ഓക്കെ, കെമിക്കൽ പ്രോപ്പർട്ടീസ്, എല്ലാവരുടെയും കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. കാര്യം എല്ലാവർക്കും ഒരേ ഫങ്ഷണൽ ഗ്രൂപ്പായിരിക്കും, ഒരേ തരത്തിലുള്ള ആറ്റങ്ങൾ മാത്രമായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരേ കെമിക്കൽ പ്രോപ്പർട്ടീസ്. പക്ഷേ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്, സോലിബിലിറ്റി ഒക്കെ വ്യത്യസ്തമായിരിക്കും. അപ്പം ഇതാണ് ഹോമലോഗസ് സീരീസിനെ പറ്റിയുള്ള പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ആൽക്കെയിൻ ഒരു ഹോമലോഗസ് സീരീസാണ്, ആൽക്കീൻ മറ്റൊരു ഹോമലോഗസ് സീരീസാണ്, ആൽക്കഹോൾ മറ്റൊരു ഹോമലോഗസ് സീരീസാണ്, ആൾഡിഹൈഡുകൾ മറ്റൊരു ഹോമലോഗസ് സീരീസാണ്. അപ്പോൾ ഇതൊക്കെ ഹോമലോഗസ് സീരീസുകളുടെ എക്സാമ്പിൾസ് ആണ്. ഇനി ഐസോമറുകൾ എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. എന്താണ് ഐസോമറുകൾ എന്ന് പറഞ്ഞാൽ? ഐസോമേഴ്സ് ആർ കോമ്പൗണ്ട്സ് വിത്ത് സെയിം മോളിക്കുലാർ ഫോർമുല. അവർക്ക് സെയിം മോളിക്കുലാർ ഫോർമുല ആയിരിക്കും, പക്ഷേ ഡിഫറെൻറ്റ് സ്ട്രക്ചറൽ ഫോർമുല. എല്ലാവർക്കും മോളിക്കുലാർ ഫോർമുല സെയിം ആയിരിക്കും, പക്ഷേ ഇവരുടെ സ്ട്രക്ചറൽ ഫോർമുല, അവരുടെ സ്ട്രക്ചറിൻ്റെ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ബ്യൂട്ടെയിൻ C4H10 എന്നുള്ളതാണ് ബ്യൂട്ടെയിൻ്റെ ഫോർമുല. ഇയാളെ ഞാൻ നേരെ എഴുതി, സ്ട്രെയിറ്റ് ചെയിനായിട്ട് എഴുതി. അപ്പോൾ ഇയാളുടെ പേരെന്താണ്? നോർമൽ ബ്യൂട്ടെയിൻ. നോർമൽ എന്നെന്ന് പറയുന്നത് എന്താണ്? നോർമൽ ബ്യൂട്ടെയിൻ എന്ന് പറയും. ഇനി ഇതിന് ജസ്റ്റ് ഒരു ബ്രാഞ്ചിങ് കൊടുത്തു. ബ്രാഞ്ചിങ് എന്ന് പറയുമ്പോൾ CH3 CH3 ഇവിടെ ഒരു ബ്രാഞ്ചിങ് കൊടുത്തു. ഇപ്പോഴും ഇയാളുടെ മോളിക്കുലാർ ഫോർമുല എന്ത് തന്നെയാണ്? C4H10 എന്ന് പറയുന്നതാണ്. സെയിം കോമ്പൗണ്ട് തന്നെയാണ്, പക്ഷേ അയാളുടെ സ്ട്രക്ചർ എന്തായി? മാറി, ഒരു ബ്രാഞ്ചിങ് സംഭവിച്ചു. ഇയാളുടെ IUPAC നെയിം എന്ന് പറയുന്നത്, IUPAC നെയിമിങ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏറ്റവും നീളം കൂടിയ ചെയിൻ ആദ്യം കണ്ടുപിടിക്കുക. 1 2 3 ഇതാണ് നീളം കൂടിയ ചെയിൻ. രണ്ടാമത്തെ കാർബണിൽ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ഒറ്റ കാർബണുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂഷനാണ്. അതിനെ നമ്മൾ മീഥൈൽ എന്ന് വിളിക്കും. അപ്പോൾ ഇയാളുടെ പേരെന്താണെന്നറിയോ? IUPAC നെയിം എന്ന് പറയുന്നത് 2-methyl പ്രൊപ്പെയിൻ എന്ന് പറയുന്നതാണ്. 2-methyl പ്രൊപ്പെയിൻ എന്നുള്ളതാണ് ഇയാളുടെ IUPAC നെയിം. പക്ഷെ മറ്റൊരു പേര് കൂടിയുണ്ട്, ഐസോബ്യൂട്ടെയിൻ എന്ന് വിളിക്കും. ഇപ്പം 2-methyl പ്രൊപ്പെയിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഐസോബ്യൂട്ടെയിൻ എന്ന് വിളിക്കും. ഐസോബ്യൂട്ടെയിൻ എന്നുള്ള പേരുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കണം. ബോർഡ് എക്സാമുകൾക്കൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പെൻറ്റെയിൻ, നമ്മൾ അതുപോലെ തന്നെ പെൻറ്റെയിൻ നോക്കുകയാണെങ്കിൽ C5H12 ആണ് അതിൻ്റെ ഫോർമുല. ഇത് നേരെ എഴുതി കഴിഞ്ഞാൽ ഇയാളുടെ പേരെന്താണ്? നോർമൽ പെൻറ്റെയിൻ എന്നായിരിക്കും. നോർമൽ പെൻറ്റെയിൻ. ഇനി ഇവിടെ ഒരു ബ്രാഞ്ചിങ് വന്നു, അപ്പോൾ ഇയാളുടെ പേരെന്തായിരിക്കും? 1 2 3 4. എന്തുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് 1 2 3 4 എന്ന് എഴുതിയത്? ഇവിടുന്ന് എനിക്ക് 1 2 3 4 എന്ന് എഴുതിക്കൂടെ? അങ്ങനെ പാടില്ല. IUPAC പ്രകാരം ഈ ബ്രാഞ്ചിങ്ങിന് ചെറിയ നമ്പർ വരുന്ന പോലെ വേണം നമ്പർ ചെയ്തു പോവാം. 1 2 3 4. അപ്പോൾ ഇതിന് 2 എന്നുള്ള നമ്പർ കിട്ടി. അപ്പോൾ ഇയാളുടെ പേരെന്തായിരിക്കും? 2-methyl ബ്യൂട്ടെയിൻ. ഓക്കെ, 2-methyl ബ്യൂട്ടെയിൻ. അല്ലെങ്കിൽ ഇയാളുടെ പേര് എന്ന് പറയുന്നത് എന്താണ്? ഐസോപെൻറ്റെയിൻ എന്ന് വിളിക്കും. 2-methyl ബ്യൂട്ടെയിനെയാണ് നമ്മൾ ഐസോപെൻറ്റെയിൻ എന്ന് വിളിക്കും. ഈ പെൻറ്റെയിൻ്റെ മറ്റൊരു ഐസോമറിൻ്റെ ചാൻസ് കൂടിയുണ്ട്. എങ്ങനെയാണ്? ഓക്കെ, പെൻറ്റെയിൻ ഞാൻ ആദ്യം ഇങ്ങനെ 3 കാർബൺ എഴുതി. ഇവിടെ ഒരു കാർബൺ, ഇവിടെ ഒരു കാർബൺ, ടോട്ടൽ 5 കാർബൺ ഉണ്ട്. അപ്പോൾ ഇവിടെ വാലൻസി കംപ്ലീറ്റ് ആക്കുക. CH3 ഈ നടുവിലുള്ള കാർബണിൻ്റെ വാലൻസി കംപ്ലീറ്റ് അല്ലേ? 4 വാലൻസി കംപ്ലീറ്റ് ആണ്. അപ്പോൾ ഇയാളുടെ പേരെന്തായിരിക്കും? ഏറ്റവും നീളം കൂടിയ ചെയിൻ ഇതാണ്, 1 2 3. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ രണ്ടാമത്തെ കാർബണിൽ 2 മീഥൈൽ ആറ്റം. അപ്പോൾ ഇയാളുടെ പേര് IUPAC നെയിം എന്ന് പറയുന്നത് 2,2-dimethyl 2 മീഥൈൽ ഗ്രൂപ്പുകൾ വരുന്നുണ്ട്. 2,2-dimethyl പ്രൊപ്പെയിൻ. കാര്യം നമ്മുടെ മെയിൻ ചെയിൻ എന്ന് പറയുന്നത് ഈ 3 കാർബണുള്ള ചെയിനാണ്. 2,2-dimethyl പ്രൊപ്പെയിൻ. അല്ലെങ്കിൽ ഇയാൾക്ക് മറ്റൊരു പേരുണ്ട്, നിയോപെൻറ്റെയിൻ. ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. 2,2-dimethyl പ്രൊപ്പെയിൻ, ഇയാളെയാണ് നമ്മൾ നിയോപെൻറ്റെയിൻ എന്ന് വിളിക്കുന്നത്. നിയോപെൻറ്റെയിൻ. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കുക, എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പോൾ ഈ പെൻറ്റെയിൻ്റെ
ഐസോമേഴ്സാണ് നമ്മൾ പറഞ്ഞത്. എല്ലാവർക്കും ഒരേ ഫോർമുല, പക്ഷേ എല്ലാവരുടെയും സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്, ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അവരെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഐസോമറുകൾ എന്ന് വിളിക്കുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. സാച്ചുറേറ്റഡ് കോമ്പൗണ്ടുകളും സാച്ചുറേറ്റഡ് കോമ്പൗണ്ടും പൂരിത ഹൈഡ്രോ കാർബൺ എന്ന് പറയും. അതുപോലെ തന്നെ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ. സാച്ചുറേറ്റഡ് എന്ന് പറയുന്നത് സിംഗിൾ ബോണ്ട് മാത്രമുള്ളവരെയാണ് നമ്മൾ സാച്ചുറേറ്റഡ് എന്ന് പറയുന്നത്. എസ് കണക്ഷൻ ഓർത്ത് വെച്ചാൽ മതി. സിംഗിൾ ബോണ്ട് മാത്രമുള്ള ഹൈഡ്രോ കാർബൺ ആരാണ്, ആൽക്കെയിൻ. അപ്പോൾ ആൽക്കെയിനുകൾ മാത്രമാണ് സാച്ചുറേറ്റഡ്. അൺസാച്ചുറേറ്റഡ് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഡബിൾ ബോണ്ട് ഉണ്ടാവാം അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ഉണ്ടാവാം. അവരെയാണ് അൺസാച്ചുറേറ്റഡ് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ ഏതൊക്കെയാണ്, ആൽക്കീൻ വരുന്നുണ്ട്, ആൽക്കൈൻ വരുന്നുണ്ട്. ഇതൊക്കെ അൺസാച്ചുറേറ്റഡ് ആണ്. ഇവർ റിയാക്ഷൻസിനോട്, സാച്ചുറേറ്റഡ് കോമ്പൗണ്ടുകൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവർ റിയാക്ഷൻസിനോട് അത്ര ഇൻട്രസ്റ്റ് കാണിക്കില്ല, വിമുഖത കാണിക്കുന്നവരാണ്. റിയാക്ഷനോട് അത്ര താല്പര്യമൊന്നുമില്ല. ഓക്കെ, ദേ ഡു നോട്ട് ഷോ ഇൻട്രസ്റ്റ് ഇൻ റിയാക്ഷൻസ്. പല കെമിക്കൽസുമായിട്ട് റിയാക്ഷനിൽ ഏർപ്പെടാനായിട്ട് താല്പര്യമില്ലാത്തവരാണ് ഈ ആൽക്കെയിനുകൾ അഥവാ സാച്ചുറേറ്റഡ് ആയവർ. എന്നാൽ അൺസാച്ചുറേറ്റഡ് എന്ന് പറയുമ്പോൾ കാർബൺ ഡബിൾ ബോണ്ട്, കാർബൺ ട്രിപ്പിൾ ബോണ്ട്, ഇതാണ് അൺസാച്ചുറേറ്റഡ്. ഇവിടെ ഇലക്ട്രോണുകളുടെ ഒരു ക്ലൗഡ് ഉണ്ട്, ഇലക്ട്രോണുകളുടെ ഡെൻസിറ്റി വളരെ കൂടുതലാണ്. അപ്പോൾ റിയാക്ഷൻ സംഭവിക്കുന്നപ്പോഴാണ് ഇലക്ട്രോൺ ഡെൻസിറ്റിയിലൊക്കെ വർധനവുണ്ടാകുമ്പോഴാണ് കൂടുതൽ റിയാക്ഷനിൽ ഇവർ പങ്കെടുക്കുക. അതുകൊണ്ട് തന്നെ ഇവർ ഹൈലി റിയാക്റ്റീവ് ആയിരിക്കും. ഹൈലി റിയാക്റ്റീവ് ആണ് ഈ പറഞ്ഞ ആൽക്കീനുകളും ആൽക്കൈനുകളും. ഓർത്ത് വെക്കുക, ആൽക്കൈനുകൾ എന്താണ്, അത്ര റിയാക്ഷൻസ് കാണിക്കില്ല. ദേ ഡു നോട്ട് ഷോ റിയാക്ഷൻസ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം സാച്ചുറേറ്റഡിൻ്റെയും അൺസാച്ചുറേറ്റഡിൻ്റെയും. ഇനി രണ്ട് തരത്തിലുള്ള റിയാക്ഷൻസ് നിങ്ങൾ നോക്കണം. ഒന്ന് അഡിഷൻ റിയാക്ഷൻ എവിടെയാണ് സംഭവിക്കുന്നത്, അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ടിലാണ്. അതായത് ആൽക്കീനുകളിലും ആൽക്കൈനുകളിലാണ് നടക്കുന്നത്. ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ ഇതിലാണ് സാച്ചുറേറ്റഡ്. ഇങ്ങനെ ഓർത്ത് വെക്കുക, എസ് കണക്ഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ സാച്ചുറേറ്റഡ്, അഡിഷൻ അൺസാച്ചുറേറ്റഡ്. ഫോർ എക്സാമ്പിൾ ഡബിൾ ബോണ്ടുള്ള ഈഥീൻ എന്നുള്ള കോമ്പൗണ്ട് എടുക്കുകയാണ്. ഇതിലേക്ക് ഹൈഡ്രജൻ ഞാൻ ആഡ് ചെയ്യുകയാണ്. ഹൈഡ്രജനേഷൻ റിയാക്ഷൻ എന്നാണ് വിളിക്കുക. എന്തൊക്കെ കാറ്റലിസ്റ്റ് ഉണ്ട്, നിക്കൽ എന്നുള്ളത് കാറ്റലിസ്റ്റ് ആണ്, പല്ലേഡിയം എന്നുള്ള മെറ്റലും കാറ്റലിസ്റ്റ് ആണ്. അപ്പോൾ ആൽക്കീനിലേക്ക് ഹൈഡ്രജൻ ആഡ് ചെയ്താൽ അതെന്താവും, ആൽക്കെയിനായിട്ട് മാറും, ഈഥെയിനായിട്ട് മാറും. അപ്പോൾ അഡിഷൻ എന്ന് പറയുമ്പോൾ ഹൈഡ്രജനെയാണ് ആഡ് ചെയ്യുന്നത്, ആൽക്കീൻ എന്തായിട്ട് മാറും, ആൽക്കെയിനായിട്ട് മാറും. ഓക്കെ, അപ്പോൾ സിംഗിൾ ബോണ്ടാക്കി കൺവേർട്ട് ചെയ്യുന്ന റിയാക്ഷനെയാണ് അഡിഷൻ റിയാക്ഷൻ എന്ന് പറയാം. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എവിടെയാണ് സംഭവിക്കുക, സിംഗിൾ ബോണ്ട് അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് ആൽക്കെയിനുകളിലാണ് സംഭവിക്കുക. ഉദാഹരണത്തിന് മീഥെയിനിലേക്ക് ക്ലോറിൻ സൂര്യപ്രകാശത്തിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ ഈ മീഥെയിനിലെ ഒരു ഹൈഡ്രജനെ ക്ലോറിൻ ആറ്റം ഡിസ്പ്ലേസ് ചെയ്യും, ക്ലോറിൻ ആറ്റം അതിൻ്റെ സ്ഥാനത്തേക്ക് വരും. എന്നിട്ട് നമുക്ക് എന്ത് കിട്ടും, ക്ലോറോമീഥെയിൻ, അതിൻ്റെ കൂടെ ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl അവിടെ കിട്ടും. ഓക്കെ, മീഥെയിനിലേക്ക് ക്ലോറിൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോറോമീഥെയിനും HClഉം കിട്ടും. ഇതൊരു സബ്സ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ ഓർത്ത് നോക്കുക, സബ്സ്റ്റിറ്റ്യൂഷൻ സാച്ചുറേറ്റഡിൻ്റെ ആണ്, അഡിഷൻ അൺസാച്ചുറേറ്റഡിൻ്റെ ആണ് എന്ന് ഓർത്തിരിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് റിയാക്ഷൻസ് ആണ്. അപ്പോൾ നമ്മൾ ഹൈഡ്രജനേഷനെ പറ്റി പറഞ്ഞു. ഹൈഡ്രജനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അഡിഷൻ ഓഫ് ഹൈഡ്രജൻ ടു ആൻ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ടു ഗീവ് സാച്ചുറേറ്റഡ്. അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ആൽക്കീനിലേക്കോ ആൽക്കൈനിലേക്കോ ഹൈഡ്രജൻ ആഡ് ചെയ്ത് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള സിംഗിൾ ബോണ്ട് ആൽക്കൈൻ കിട്ടുമെങ്കിൽ അതിനെ ഹൈഡ്രജനേഷൻ എന്ന് പറയും. അപ്പോൾ ഇവിടെ ഹൈഡ്രജനേഷൻ ഓഫ് വെജിറ്റബിൾ ഓയിൽ പറയുന്നുണ്ട്. വെജിറ്റബിൾ ഓയിൽ എന്ന് പറഞ്ഞാൽ ലോങ് ആയിട്ടുള്ള അൺസാച്ചുറേറ്റഡ് കാർബൺ ചെയിനാണ്. നമ്മുടെ വെജിറ്റബിൾ ഓയിലുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ ഹൈഡ്രജനേഷൻ നടത്തിയാൽ ഈ ഓയിൽസിനെ നമുക്ക് കൂടുതൽ സ്റ്റേബിൾ ആക്കി മാറ്റാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഓയിൽ അധികം ചീത്തയായി പോവില്ല. അപ്പോൾ ഈഥെയിനിലേക്ക് ഹൈഡ്രജൻ ആഡ് ചെയ്തു, കാറ്റലിസ്റ്റ് നിക്കൽ അല്ലെങ്കിൽ പല്ലേഡിയം, ഈഥെയിൻ, ഇതാണ് നമ്മുടെ അഡിഷൻ റിയാക്ഷൻ. രണ്ടാമത് എന്താണ്, മീഥെയിനിലേക്ക് ക്ലോറിൻ ആഡ് ചെയ്തു, ഇതെന്താണ്, സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. സബ്സ്റ്റിറ്റ്യൂഷൻ സാച്ചുറേറ്റഡിൽ, അഡിഷൻ അൺസാച്ചുറേറ്റഡിൽ. ഓക്കെ, ദെൻ അടുത്തത് കമ്പസ്റ്റൻ എന്ന് പറയുന്ന റിയാക്ഷൻ ആണ്. കമ്പസ്റ്റൻ എന്ന് പറഞ്ഞാൽ കത്തിക്കുക, ഓക്സിജൻ്റെ കൂടെ റിയാക്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഈ കത്തിക്കുക എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലേ? അപ്പോൾ കംപ്ലീറ്റ് കമ്പസ്റ്റൻ എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ പൂർണ്ണമായിട്ട് അത് കത്തിയിട്ടുണ്ട്. പൂർണ്ണമായിട്ട് കത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടും,
കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും, വാട്ടർ കിട്ടും, ഹീറ്റ് കിട്ടും. കംപ്ലീറ്റ് ആയിട്ട് കത്തിക്കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടറും ഹീറ്റും കിട്ടും. അപ്പോൾ നമ്മുടെ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ആൽക്കൈനുകൾ കംപ്ലീറ്റ് ആയിട്ട് കത്തും. അതുകൊണ്ട് തന്നെ ആൽക്കൈനുകൾ കത്തിച്ചു കഴിഞ്ഞാൽ എന്ത് ഫ്ലെയിം ആയിരിക്കും? ക്ലീൻ ആയിട്ടുള്ള ബ്ലൂ ഫ്ലെയിം ആയിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കണം. ആൽക്കൈനുകൾ കംപ്ലീറ്റ് ആയിട്ട് കത്തുന്നത് കൊണ്ട് തന്നെ ആൽക്കൈൻ കമ്പസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, കത്തിക്കഴിഞ്ഞാൽ ബ്ലൂ കളറായിരിക്കും, പൂർണ്ണമായിട്ടും കത്തും. എന്നാൽ അൺസാച്ചുറേറ്റഡ് കാർബൺ കോമ്പൗണ്ട്സ് ആണ് നിങ്ങൾ കത്തിക്കുന്നതെങ്കിൽ ഒരു മഞ്ഞ ഫ്ലെയിം ആയിരിക്കും. അതിൻ്റെ കൂടെ ഒരുപാട് കരി പുറത്തേക്ക് വരും. നമ്മളെ പണ്ടത്തെ ചിമ്മിണിയൊക്കെ ഉണ്ടല്ലോ, ചിമ്മിണി വിളക്കിൻ്റെ മേലെ ജസ്റ്റ് ഒരു പേപ്പർ വെച്ചാൽ ഒരുപാട് കരി ആ പേപ്പറിൽ പറ്റി പിടിക്കുന്ന കാണാം. അതിന് കാരണം എന്താ? ഇതിൽ അടങ്ങിയിട്ടുള്ള അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് ഇൻകംപ്ലീറ്റ് ആയിട്ട് കത്തുന്നത് കൊണ്ടാണ്. അതിൽ കത്താത്ത കാർബണാണ് ആ പേപ്പറിൻ്റെ മുകളിൽ പറ്റിപ്പിടിക്കുന്നത്. ഓക്കെ, ഇൻകംപ്ലീറ്റ് കമ്പസ്റ്റൻ ഉണ്ടെങ്കിൽ മഞ്ഞ കളറായിരിക്കും, കംപ്ലീറ്റ് കമ്പസ്റ്റൻ ഉണ്ടെങ്കിൽ ബ്ലൂ കളറായിരിക്കും. ബ്ലൂ കളർ ആരാ തരിക? സ്വാഭാവികമായിട്ട് സാച്ചുറേറ്റഡ് ആണ്. അൺസാച്ചുറേറ്റഡ് യെല്ലോ കളർ. ഓക്കെ, ഇനി നമ്മൾ സാച്ചുറേറ്റഡ് കോമ്പൗണ്ടുകളായിട്ടുള്ള ആൽക്കൈനുകൾ കത്തിക്കുകയാണ്, പക്ഷേ അവിടെ ഓക്സിജൻ നമ്മൾ ഓക്സിജൻ കുറച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ എന്ത് തരും? മഞ്ഞ കളറുള്ള ഫ്ലെയിം തരും. കാര്യം കംപ്ലീറ്റ് ആയിട്ട് അവർക്ക് കത്താൻ പറ്റില്ല, ഓക്സിജൻ്റെ ലഭ്യത കുറവാണ്. ഓക്സിജൻ കൃത്യമായിട്ട് അവിടെ ഉണ്ടാവണം എന്നുള്ളത് ഒരു കണ്ടീഷനാണ്, ഓർത്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ബെൻസീൻ എന്ന് പറയുന്ന കോമ്പൗണ്ടിൻ്റെ ഫോർമുല നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. C6H6, 6 കാർബൺ 6 ഹൈഡ്രജൻ. ഇനി ഇയാളുടെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സ്ട്രക്ചറാണ്, ഒരു റിങ് സ്ട്രക്ചറാണ്. ഇങ്ങനെ അൾട്ടർനേറ്റ് ആയിട്ട് വിട്ട് ഡബിൾ ബോണ്ട് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ടോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ 3 ഡബിൾ ബോണ്ടുകൾ കാണാൻ പറ്റും അല്ലേ? അതുപോലെ തന്നെ എത്ര സിംഗിൾ ബോണ്ടുകൾ? 9 സിംഗിൾ ബോണ്ടുകൾ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ 3 ഡബിൾ ബോണ്ടും 9 സിംഗിൾ ബോണ്ടുമാണ് എന്തിലുള്ളത്? ബെൻസീനിലുള്ളത്. ഇയാളൊരു അൺസാച്ചുറേറ്റഡ് ആണ്. കാര്യം ഇതിലെന്തുണ്ട്? ഡബിൾ ബോണ്ട് ഉണ്ട്. ഫോർമുല ഓർത്ത് വെക്കുക, C6H6. ഓക്കെ, ഇനി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും, ഈ കാർബൺ എന്തുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് കോമ്പൗണ്ടുകളെ ഉണ്ടാക്കുന്നു? ഒരുപാട് കോമ്പൗണ്ടുകളെ ഉണ്ടാക്കാൻ കാരണം എന്ന് പറയുന്നത് ഒന്ന് കാറ്റനേഷൻ എന്ന് പറയുന്നതാണ്. കാറ്റനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്രോപ്പർട്ടി ഓഫ് കാർബൺ ടു സെൽഫ് ലിങ്ക്. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്ക് എന്ന് പറയുന്നത് സെൽഫ് ലിങ്ക്. സ്വയം ഇങ്ങനെ കണക്ട് ചെയ്ത് വലിയ കോമ്പൗണ്ടുകൾ സൃഷ്ടിക്കാൻ പറ്റും. അപ്പോൾ ചോദ്യപേപ്പറിൽ സെൽഫ് ലിങ്കിങ് കപ്പാസിറ്റി എന്ന് കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരം എന്താണ്? കാറ്റനേഷൻ ആണ്. ടു ഫോം ലോങ് ചെയിൻസ് ഓഫ് കാർബൺ ആറ്റം, ബ്രാഞ്ച്ഡ് ചെയിൻ ഓഫ് കാർബൺ ആറ്റം ഓർ റിംഗ്. ലോങ് ആയിട്ട് അല്ലെങ്കിൽ ബ്രാഞ്ച്ഡ് ആയിട്ട് അല്ലെങ്കിൽ റിങ്ങുകൾ പോലെയൊക്കെ ഒരുപാട് കോമ്പൗണ്ടുകളെ സൃഷ്ടിക്കാൻ പറ്റുന്നതിനെയാണ് നമ്മൾ കാറ്റനേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് ഇവരുടെ വാലൻസി എന്ന് പറയുന്നത് ടെട്രാ വാലൻസിയാണ്. 4 വാലൻസി ഉള്ളതിനെ കൊണ്ട് 4 സൈഡിലും ഓരോ ബോണ്ടുകൾ, ഓരോ എലമെൻറ്റുമായിട്ട് ഓരോ ബോണ്ടുകൾ ഉണ്ടാക്കാനായിട്ട് പറ്റും. മറ്റൊരു കാരണം എന്ന് പറയുന്നത് കാർബണിൻ്റെ സൈസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ഡ്യൂ ടു സ്മോൾ സൈസ് ഇറ്റ്സ് കോമ്പൗണ്ട്സ് ആർ ഹൈലി സ്റ്റേബിൾ. വളരെ ചെറുതായതുകൊണ്ട് തന്നെ ഇതിൻ്റെ കോമ്പൗണ്ട്സ് വളരെ സ്റ്റേബിളാണ്. ആസ് ദ പുൾ ഇലക്ട്രോൺ ക്ലൗഡ് ഈസ് വെരി സ്ട്രോങ്. ഈ ഇലക്ട്രോൺ ക്ലൗഡിലേക്ക് അത് വലിച്ചു പിടിക്കുന്ന ആ ഒരു ശക്തി എന്ന് പറയുന്നത് കൂടുതലാണ്, ഇത് ചെറിയൊരു ആറ്റം ആയതുകൊണ്ട്. ഇനി ഐസോമറുകൾ നമ്മൾ പറഞ്ഞു സെയിം മോളിക്കുലാർ ഫോർമുലയാണ്, പക്ഷേ പല സ്ട്രക്ചറാണ്. ഡിഫറെൻറ്റ് സ്ട്രക്ചർ, സെയിം മോളിക്കുലാർ ഫോർമുല. ആ ഒരു ബ്രാഞ്ചിങ് ഒക്കെ സംഭവിക്കുന്നത് കൊണ്ട് ഒരുപാട് മില്യൺ കോമ്പൗണ്ടുകളെ കാർബൺ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിൽ കാറ്റനേഷൻ നിങ്ങൾ വൃത്തിയായിട്ട് നോട്ട് ചെയ്തു. യെസ്, ഇനി 2 കോമ്പൗണ്ടുകളുടെ റിയാക്ഷൻ നമ്മൾ പറഞ്ഞ പോലെ എഥനോളിൻ്റെയും എഥനോയിക് ആസിഡിൻ്റെയും റിയാക്ഷൻസ് NCERT പറയുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്കൊന്ന് പഠിച്ചു വെക്കാം. എഥനോൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ മോളിക്കുലർ ഫോർമുല നിങ്ങൾ ഓർത്ത് വെക്കുക, CH3CH2OH ആണ് എഥനോൾ. ആദ്യത്തെ റിയാക്ഷൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ എഥനോൾ എന്ന് പറയുന്നത് ഒരു ആസിഡായിട്ട് പ്രവർത്തിക്കും എന്ന് മനസ്സിലാക്കുക. ഈ മെറ്റൽ എന്ന് പറയുന്ന എഥനോളിനെ സോഡിയത്തിൻ്റെ കൂടെ റിയാക്ട് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, സോഡിയം ആസിഡിൻ്റെ കൂടെ അല്ലെങ്കിൽ മെറ്റൽ ആസിഡിൻ്റെ കൂടെ റിയാക്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫലമായിട്ട് എന്ത് ഗ്യാസ് ഉണ്ടാവും? ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാവും. മെറ്റൽ ആസിഡിൻ്റെ കൂടെ റിയാക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാവും. ഹൈഡ്രജൻ കത്തുന്ന ഒരു വാതകമാണ്, പോപ്പ് എന്നുള്ള സൗണ്ടോടുകൂടി കത്തുന്ന ഒരു വാതകമാണ്. അപ്പോൾ ആൽക്കഹോൾ ഒരു ആസിഡായിട്ട്, എഥനോൾ ആസിഡായിട്ട് പ്രവർത്തിക്കും. അപ്പോൾ മെറ്റലായിട്ടുള്ള സോഡിയത്തിൻ്റെ കൂടെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ ഉണ്ടാവുക? സോഡിയം എഥോക്സൈഡ്, CH3CH2ONA. സോഡിയം എഥോക്സൈഡ്, അതിൻ്റെ കൂടെ ഉണ്ടാകുന്ന വാതകം എന്താണ്? ഹൈഡ്രജൻ. ഒന്നാമത്തെ റിയാക്ഷൻ എന്താണ്? എഥനോളിനെ നിങ്ങൾ 443 കെൽവിനിൽ ചൂടാക്കുകയാണ്. എന്തിൻ്റെ സഹായമുണ്ട്?
കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഉണ്ട്. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിൻ്റെ സഹായത്തോടെ ഇയാളെ റിയാക്ട് ചെയ്യുമ്പോൾ ഈ CH3CH2OH ഇതിലുള്ള OHൻ്റെ കൂടെ ഇവിടെയുള്ള ഒരു ഹൈഡ്രജൻ പോകും. അപ്പോൾ ഹൈഡ്രജൻ OHൻ്റെ കൂടെ ചേരുമ്പോൾ അത് H2O ആവും. H2O എന്ന് പറഞ്ഞാൽ എന്താ? വാട്ടർ. അപ്പോൾ ഇയാളിൽ നിന്ന് ഒരു വാട്ടർ നഷ്ടപ്പെട്ട് ഇയാൾ എന്തായിട്ട് മാറും? ആൽക്കീനായിട്ടുള്ള ഈഥീനായിട്ട് മാറും. അതിൻ്റെ കൂടെ നമുക്ക് നഷ്ടപ്പെട്ടു പോയ വാട്ടർ കിട്ടും. അപ്പോൾ ഇവിടെ നമ്മുടെ സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്നത് എന്താണ്? ഡീഹൈഡ്രേറ്റിംഗ് ഏജൻറ്റ് എന്ന് പറയും. വെള്ളത്തിനെ നഷ്ടപ്പെടുത്തുന്ന, വെള്ളത്തിനെ കളയുന്ന ഏജൻ്റാണ് H2SO4 സൾഫ്യൂരിക് ആസിഡ്, ഡീഹൈഡ്രേറ്റിംഗ് ഏജൻറ്റ്. ഒന്നുകൂടി, എഥനോളിനെ 443 കെൽവിൻ ടെമ്പറേച്ചർ സ്ഥിതിക്കണം. 443 കെൽവിൻ എക്സസ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡും ചൂടും കൊടുക്കുകയാണെങ്കിൽ അതെന്താവും? ആൽക്കീനായിട്ട് മാറും. എഥനോൾ ആൽക്കീനായിട്ടുള്ള ഈഥീനായിട്ട് മാറും. H2O പ്രോഡക്റ്റായിട്ട് കിട്ടും. ഓക്കെ, അടുത്ത റിയാക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷനാണ്. ഒരു ചോദ്യം ഇവിടുന്ന് ഷുവറാണ്. എഥനോളിനെ ആൽക്കലൈൻ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് അല്ലെങ്കിൽ അസിഡിഫൈഡ് K2Cr2O7 പൊട്ടാസ്യം ഡൈക്രോമേറ്റ്, ഇതൊക്കെയാണ്. ഒന്നുകിൽ ആൽക്കലൈൻ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് അല്ലെങ്കിൽ അസിഡിഫൈഡ് K2Cr2O7 പൊട്ടാസ്യം ഡൈക്രോമേറ്റ്, ഇതിൻ്റെ കൂടെ റിയാക്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ആൽക്കഹോൾ, അതായത് എഥനോൾ എന്തായിട്ട് മാറും? ആസിഡായിട്ട് മാറും. എഥനോയിക് ആസിഡായിട്ട് മാറും. അപ്പോൾ ഈ ആൽക്കലൈൻ KMnO4 അല്ലെങ്കിൽ അസിഡിഫൈഡ് K2Cr2O7 എന്ന് പറയുന്നത് എന്താണ്? ഓക്സിഡൈസിങ് ഏജൻറ്റുകളാണ്. ഓക്സിഡൈസിങ് ഏജൻ്റാണ്. ഓക്സിജൻ കൊടുക്കുന്നവരാണ്. അപ്പോൾ ഓക്സിഡേഷൻ സംഭവിച്ചാൽ, ആൽക്കഹോളിന് ഓക്സിഡേഷൻ സംഭവിച്ചാൽ അതെന്തായിട്ട് മാറും? ആസിഡായിട്ട് മാറും. കാർബോക്സിലിക് ആസിഡായിട്ട് മാറും. ആൽക്കഹോൾ ആസിഡായിട്ട് മാറും. ഇവിടെയുള്ള ഓക്സിഡൈസിങ് ഏജൻ്റ് ആരൊക്കെയാണ്? ആൽക്കലൈൻ KMnO4ഉം അസിഡിഫൈഡ് പൊട്ടാസ്യം ഡൈക്രോമേറ്റുമാണ്. അപ്പോൾ 3 റിയാക്ഷൻ പഠിച്ചു വെക്കുക. ഒന്നാമത്തെ റിയാക്ഷൻ മെറ്റലിൻ്റെ കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാവും. അടുത്തത് സൾഫ്യൂരിക് ആസിഡിൻ്റെ കൂടെ 443 കെൽവിൻ ചൂടാക്കുമ്പോൾ ഈഥീൻ ആൽക്കീൻ കിട്ടും. മൂന്നാമത്തെ റിയാക്ഷൻ എഥനോളിനെ ഓക്സിഡൈസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എഥനോയിക് ആസിഡ് കിട്ടും. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ആൽക്കലൈൻ KMnO4ന് ഒരു വയലറ്റ് കളറാണ്, അല്ലെങ്കിൽ ഒരു പർപ്പിൾ ഷെയ്ഡുള്ള കളറാണ്. ഈ എഥനോൾ എടുത്തിട്ട് നമ്മൾ അതിലേക്ക് പതുക്കെ ഈ ഡ്രോപ്പായിട്ട് ഈ ആൽക്കലൈൻ KMnO4 പർപ്പിൾ കളറുള്ള, വയലറ്റ് കളറുള്ള ഈ ഒരു ദ്രാവകം ആഡ് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ കളറ് നഷ്ടപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അവസാനം നമുക്ക് എന്താ കിട്ടുക? എഥനോയിക് ആസിഡ് എന്ന് പറയുന്ന കളർലെസ് ആയിട്ടുള്ള ദ്രാവകമാണ് കിട്ടുക. അപ്പോൾ പർപ്പിൾ കളർ, വയലറ്റ് കളറ് നഷ്ടപ്പെടുന്നുണ്ട് ഈ റിയാക്ഷനിൽ നിന്ന് ഓർത്ത് വെക്കുക. ഇനി എഥനോയിക് ആസിഡിൻ്റെ മറ്റ് ചില റിയാക്ഷൻ. എഥനോയിക് ആസിഡ് ഇതൊരു ആസിഡാണ് അല്ലേ, അതിനൊരു ബേസുമായിട്ട് റിയാക്ട് ചെയ്യുകയാണ്. ബേസ് NaOH. അപ്പോൾ ആസിഡിലെ ഒരു ഹൈഡ്രജൻ ബേസിലെ OH- കൂടിച്ചേർന്ന് ഇതൊരു ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ നടക്കും. അതിൻ്റെ ഫലമായിട്ട് ഒരു സാൾട്ടും കിട്ടും, വാട്ടറും കിട്ടും. CH3COONA ഒന്നാമത്തെ റിയാക്ഷൻ. അപ്പോൾ ആസിഡ് ബേസ് ഗീവ്സ് സാൾട്ട് ആൻഡ് വാട്ടർ, ന്യൂട്രലൈസേഷൻ റിയാക്ഷനാണ്. ഇനി ഈ പറഞ്ഞ ആസിഡിനെ കാർബണേറ്റുമായിട്ട്, മെറ്റൽ കാർബണേറ്റ് അല്ലെങ്കിൽ ആസിഡിനെ മെറ്റൽ ബൈകാർബണേറ്റുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു സാൾട്ട് കിട്ടുന്നുണ്ട്. സാൾട്ടിൻ്റെ കൂടെ കാർബൺ ഡയോക്സൈഡ് എന്നുള്ള വാതകം കിട്ടുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. കാർബണേറ്റോ ബൈകാർബണേറ്റോ ഉണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും? കാർബൺ ഡയോക്സൈഡ് കിട്ടും. വെള്ളം കൂടാതെ കാർബൺ ഡയോക്സൈഡ് കൂടി കിട്ടും. പിന്നെ സ്വാഭാവികമായിട്ട് ഒരു സാൾട്ടും ഉണ്ടാവും. അപ്പോൾ കാർബണേറ്റ് ആണ് ഇവിടെ കിട്ടുന്ന പ്രോഡക്റ്റ്, മെറ്റൽ അല്ലെങ്കിൽ മെറ്റൽ ബൈകാർബണേറ്റ്. ഇനി കാർബൺ ഡയോക്സൈഡ് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മതി? അവിടെ കുറച്ച് ലൈം വാട്ടർ, കാൽസ്യം ഹൈഡ്രോക്സൈഡ് വെച്ച് കഴിഞ്ഞാൽ അതെന്താവും? മിൽക്കി പാൽ കളറാവും. ഓക്കെ, ആ പാൽ കളറാവുന്നത് എന്തുകൊണ്ടാണ്? അവിടെ കാൽസ്യം കാർബണേറ്റ് ഫോം ചെയ്യുന്നത് കൊണ്ടാണ്. അതിന് ചോക്കിൻ്റെ കളറാണ്, വൈറ്റ് കളർ വരും. അങ്ങനെ നമുക്ക് കാർബൺ ഡയോക്സൈഡ് അവിടെ ഉണ്ടായി എന്ന് കൺഫേം ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷനാണ് എന്ത്? എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ എന്ന് പറയും. എസ്റ്ററിഫിക്കേഷൻ ചോദിക്കാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ആസിഡിനെ ആൽക്കഹോളുമായിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരു റിയാക്ഷനെയാണ്. ആസിഡ് പ്ലസ് ആൽക്കഹോൾ, നിങ്ങൾക്ക് എന്ത് കിട്ടും? എസ്റ്റർ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് കിട്ടും. ആസിഡിനെ ആൽക്കഹോളുമായിട്ട് റിയാക്ട് ചെയ്താൽ എസ്റ്റർ കിട്ടും. ഈ റിയാക്ഷനെയാണ് എസ്റ്ററിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആസിഡ് എന്ന് പറയുന്നത് എന്താണ്? അസിഡിക് ആണ്. ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ കമ്പാരിറ്റീവ്ലി എന്താണ്? ബേസിക് ആണ്. ആസിഡിനെ കമ്പയർ ചെയ്യുമ്പോൾ ബേസിക് ആണ്. അപ്പോൾ ഇതിനെ രണ്ടിനെയും റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? CH3COO CH2CH3, അതൊരു എസ്റ്ററാണ്. എസ്റ്ററിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പെർഫ്യൂമിലൊക്കെ ആഡ് ചെയ്യുന്ന സാധനമാണ്. ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള സ്മെല്ലിംഗ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ് ഈ എസ്റ്ററുകൾ എന്ന് പറയുന്നത്. ഈ പറഞ്ഞ എസ്റ്ററുകൾ പെർഫ്യൂമുകളും ഫ്ലേവറിങ് ഏജൻസും ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കും. അടുത്ത റിയാക്ഷനാണ് സാപ്പോണിഫിക്കേഷൻ. സാപ്പോണിഫിക്കേഷൻ റിയാക്ഷനിൽ എന്ത് വേണം?
സാപ്പോണിഫിക്കേഷൻ റിയാക്ഷനിൽ എസ്റ്റർ വേണം. ഈ കിട്ടിയ എസ്റ്റർ വെച്ചിട്ടാണ് നമ്മൾ സാപ്പോണിഫിക്കേഷൻ സോപ്പ് ഉണ്ടാക്കുന്ന റിയാക്ഷനാണ്. കിട്ടിയ എസ്റ്ററിനെ നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുകയാണ്. എസ്റ്ററിനെ സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എഥനോൾ കിട്ടും. എഥനോളിൻ്റെ കൂടെ ഒരു സാൾട്ട് കിട്ടും, CH3COONA. CH3COONA ഇതാണ് സോപ്പ് എന്ന് പറയുന്നത്. സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ്, അതിനെയാണ് സോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ സാപ്പോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ സോപ്പ് ഉണ്ടാക്കുന്ന റിയാക്ഷൻ. എസ്റ്ററിൻ്റെ കൂടെ സോഡിയം ഹൈഡ്രോക്സൈഡ് റിയാക്ട് ചെയ്യിപ്പിക്കുകയാണ്. എസ്റ്ററിൻ്റെ കൂടെ സോഡിയം ഹൈഡ്രോക്സൈഡ് റിയാക്ട് ചെയ്യിപ്പിക്കുകയാണ്. ഓക്കെ, യെസ്. ദെൻ എഥനോയിക് ആസിഡിൻ്റെ ചില പ്രത്യേകതകൾ. എഥനോയിക് ആസിഡിനെ കോമൺ ആയിട്ട് വിളിക്കുന്നത് അസറ്റിക് ആസിഡ് എന്നാണ്. അതിൻ്റെ 5 മുതൽ 8% സൊല്യൂഷൻ അസറ്റിക് ആസിഡിനെ നമ്മൾ വിനെഗർ എന്നാണ് വിളിക്കുന്നത്. അച്ചാറുണ്ടാക്കാനൊക്കെ പ്രിസർവേറ്റീവായിട്ടൊക്കെ ഉപയോഗിക്കുന്നു. ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡ്, ഈ പ്യുവർ ആയിട്ടുള്ള എഥനോയിക് ആസിഡിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് 17 ഡിഗ്രി സെൽഷ്യസ് ആണ്, അല്ലെങ്കിൽ 290 കെൽവിനാണ്. ഹെൻസ് ഇറ്റ് ഓഫൺ ഫ്രീസസ് ഇൻ വിൻ്റർ ആൻഡ് കോൾഡ് ക്ലൈമറ്റ്സ്. പെട്ടെന്ന് തന്നെ 17 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇതിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുമ്പോൾ. 17 ഡിഗ്രി സെൽഷ്യസിൽ കുറയുമ്പോൾ പെട്ടെന്ന് അയാൾ എന്തായി പോകും? അത് ഫ്രീസായി പോകും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡ് എന്ന് പറയുന്നത്. കാർബോക്സിലിക് ആസിഡ് ആർ വീക്ക് ആസിഡ് കമ്പയർഡ് ടു HCl. ഹൈഡ്രോക്ലോറിക് ആസിഡൊക്കെ വെച്ച് നോക്കുമ്പോൾ കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുന്നത് എന്താണ്? വളരെ വീക്കായിട്ടുള്ള ആസിഡാണ്. ഇനി അസറ്റിക് ആസിഡിൻ്റെ pH എത്രയാണ്? pH മൂല്യം 2.4 ആണ്. ഒരു യൂണിവേഴ്സൽ ഇൻഡിക്കേറ്ററിൽ അതിൻ്റെ നിറം റെഡിൽ നിന്ന് യെല്ലോയിലേക്കാണ് മാറുന്നത്. മാറും എന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ നമ്മൾ ചർച്ച ചെയ്തു. ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് ഓരോന്നായിട്ട് പോകാം. ഒന്നാമത്തെ ചോദ്യം, എസ്റ്റേഴ്സ് ആർ ഫോംഡ് ബൈ ദ റിയാക്ഷൻ. എസ്റ്റേഴ്സ് ആർ ഫോംഡ്. എസ്റ്റർ ഓർത്ത് വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്റ്റർ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ആൽക്കഹോളിനെ നിങ്ങൾ എന്തുമായിട്ട് റിയാക്ട് ചെയ്യിക്കുകയാണ്? ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യിക്കുകയാണ്. ഇൻ പ്രസൻസ് ഓഫ് അസിഡിക് മീഡിയം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? എസ്റ്റർ കിട്ടും. ആൽക്കഹോളിനെ നമ്മൾ പറഞ്ഞില്ലേ, ആൽക്കഹോളിനെ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുമ്പോൾ എന്ത് കിട്ടും? എസ്റ്റർ കിട്ടും. അതിൻ്റെ കൂടെ വാട്ടറും കിട്ടും. ഇവിടെ എന്താണ് കണ്ടീഷൻ? അസിഡിക് മീഡിയമാണ്. കുറച്ച് 2-3 തുള്ളി ആസിഡ് നമ്മൾ ഈ റിയാക്ഷൻ നടക്കാനായിട്ട് ആഡ് ചെയ്യും. ആൽക്കഹോൾ പ്ലസ് ആസിഡ് ഗീവ് എസ്റ്റർ. ഇതിനാണ് എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ? ആൽക്കഹോൾ ആൻഡ് ആസിഡ് ഇൻ അസിഡിക് മീഡിയം, ഓപ്ഷൻ സി. ഓർത്ത് വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എന്തായാലും പഠിച്ചു നോക്കണം. എസ്റ്ററിഫിക്കേഷൻ, ആൽക്കഹോളിനെ ആസിഡുമായിട്ട് അസിഡിക് മീഡിയത്തിൽ റിയാക്ട് ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് എസ്റ്റർ കിട്ടുന്നു, അതിൻ്റെ കൂടെ വാട്ടറും കിട്ടുന്നു, ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ബ്രാഞ്ച്ഡ് ചെയിൻ ഓർഗാനിക് കോമ്പൗണ്ട് നിയോപെൻറ്റൈൻ ആരായിരുന്നു? ഇങ്ങനെ എഴുതുക, CC 3 എന്നിട്ട് ഇവിടെ ഒരു C. ഇതാണ് അയാളുടെ ഫോർമുല എന്ന് പറയുന്നത്. CH3. അപ്പോൾ ഇയാളുടെ ഫോർമുല എന്ന് പറയുന്നത് എങ്ങനെയാണ്? CH3C, ഇവിടെ 2 CH3കൾ അല്ലേ, CH3 ട്വൈസ് CH3, 2 ഡൈമീഥൈൽ പ്രൊപ്പൈൻ എന്ന് പറയുന്നതാണ് നിയോപെൻറ്റൈൻ. ഓപ്ഷൻ എ അല്ലേ? ഓപ്ഷൻ എ ആണിത്. ഓപ്ഷൻ എ, നിയോപെൻറ്റൈൻ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് കാർബൺ കോമ്പൗണ്ട് ഷോസ് ദ പ്രസൻസ് ഓഫ് ബ്രാഞ്ച്ഡ് ചെയിൻ? മീഥൈൻ ഒറ്റ കാർബണേ ഉള്ളൂ, അതിന് ബ്രാഞ്ച് ഉണ്ടാക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈഥൈനും ബ്രാഞ്ച് ഉണ്ടാക്കാൻ പറ്റില്ല. ബ്യൂട്ടൈന് ബ്രാഞ്ച് ഉണ്ടാക്കാം അല്ലേ. ബ്യൂട്ടൈന് 4 കാർബൺ ഉണ്ട്, 1 2 3 4. അതിൽ വേണമെങ്കിൽ ഒരു കാർബൺ ഇപ്പുറത്ത് വെക്കാം, അപ്പോൾ അത് ബ്രാഞ്ചിങ് ആയി. അപ്പോൾ ബ്യൂട്ടൈൻ പോസിബിളാണ്. സൈക്ലോഹെക്സൈൻ പോസിബിളാണോ? സൈക്ലോഹെക്സൈൻ എന്ന് പറഞ്ഞാൽ 6 കാർബൺ ഒരു റിങ്ങിൻ്റെ രൂപത്തിൽ നിൽക്കുന്നതിനാണ് സൈക്ലോഹെക്സൈൻ എന്ന് പറയുന്നത്. ഇവിടെ പിന്നെ ബ്രാഞ്ചുകളൊന്നും ഫോം ചെയ്യാൻ പറ്റില്ല, ഓൾറെഡി അതൊരു റിങ് ആണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ സി, ബ്യൂട്ടൈൻ ആണ് ബ്രാഞ്ച് ഉണ്ടാക്കാൻ പറ്റുന്നത്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് റിയാക്ഷൻ ഓഫ് സാച്ചുറേറ്റഡിൻ്റെ ഏറ്റവും ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള റിയാക്ഷൻ ഓർത്ത് വെക്കുക? സബ്സ്റ്റിറ്റ്യൂഷൻ. രണ്ടും എസ്സിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. സാച്ചുറേറ്റഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, അതായത് ഒരു ആൽക്കെയിൻ, അതാണ് സാച്ചുറേറ്റഡ്. നമ്മൾ മീഥൈൻ എടുക്കുകയാണ്, അതിനെ ക്ലോറിൻ്റെ കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് ഒരു ഹൈഡ്രജനെ ആര് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? ക്ലോറിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് CH3Cl + HCl. ഈ റിയാക്ഷൻ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഇതിനെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആൽക്കെയിനുകളുടെ ക്യാരക്ടറിസ്റ്റിക് അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണിൻ്റെ ക്യാരക്ടറിസ്റ്റിക് റിയാക്ഷൻ എന്താണ്? സബ്സ്റ്റിറ്റ്യൂഷൻ. ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി, SS കണക്ഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ. അൺസാച്ചുറേറ്റഡിൻ്റെ ആണ് എന്ത്? അഡിഷൻ.
ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വെൻ എസ്റ്റർ ഈസ് ട്രീറ്റഡ്, ഒരു എസ്റ്ററിനെ നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ആൽക്കഹോൾ ആൻഡ് സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് ഈസ് ഫോംഡ്. ഈ സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് RCOONA ഇത് മറ്റാരുമല്ല, ഇതെന്താണ്? സോപ്പാണ്. സോപ്പ് ഉണ്ടാക്കുന്ന റിയാക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സാപ്പോണിഫിക്കേഷൻ. അപ്പോൾ സോപ്പ് കിട്ടാനായിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഒരു എസ്റ്റർ എടുക്കുകയാണെ, ആ എസ്റ്ററിൻ്റെ കൂടെ സോഡിയം ഹൈഡ്രോക്സൈഡ് ഒരു ബേസ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? RCOONA എന്ന് പറയുന്ന സോപ്പ് കിട്ടും. ഈ റിയാക്ഷനെയാണ് സാപ്പോണിഫിക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, എഥനോൾ ഓൺ ഹീറ്റിംഗ് അറ്റ് 443 കെൽവിൻ, എഥനോൾ CH3CH2OH അതിനെ 443 കെൽവിനിൽ നമ്മൾ ചൂടാക്കുകയാണ്. എന്തിൻ്റെ സാന്നിധ്യത്തിൽ? കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സൾഫ്യൂരിക് ആസിഡിൻ്റെ സാന്നിധ്യത്തിൽ. അപ്പോൾ ഇയാളിൽ നിന്ന് ഒരു വാട്ടർ മോളിക്യൂൾ നഷ്ടപ്പെടും. അപ്പോൾ ഇയാൾ എന്തായിട്ട് മാറും? CH2 ഡബിൾ ബോണ്ട് CH2, ഈഥീനും അതിൻ്റെ കൂടെ നഷ്ടപ്പെട്ട ഈ വാട്ടറും ഇപ്പുറത്ത് കിട്ടും. ഈ ഒരു കെമിക്കൽ റിയാക്ഷനെയാണ് ഡീഹൈഡ്രേഷൻ. ഹൈഡ്രോ എന്ന് പറഞ്ഞാൽ വെള്ളം, ഹൈഡ്രജനെ എലിമിനേറ്റ് ചെയ്യുകയാണ്. ഡീഹൈഡ്രേഷൻ, ഓപ്ഷൻ ബി. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻ ഡെമോൺസ്ട്രേറ്റ് ദ അസിഡിക് നേച്ചർ ഓഫ് എഥനോയിക് ആസിഡ്? എഥനോയിക് ആസിഡിൻ്റെ അസിഡിക് നേച്ചർ സൂചിപ്പിക്കുന്ന റിയാക്ഷൻ ഏതാണ്? അസിഡിക് നേച്ചർ സൂചിപ്പിക്കണമെങ്കിൽ അതിനെ എന്തുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കണം? ഒരു ബേസുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കണം. ആസിഡിനെ ബേസുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കണം. അപ്പോൾ ആസിഡിനെ ബേസുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എഥനോയിക് ആസിഡ് എടുക്കുകയാണ്. എഥനോയിക് ആസിഡ് ഇതൊരു ആസിഡാണെന്ന് മനസ്സിലായി. അതിനെ എന്തുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കണം? സോഡിയം ഹൈഡ്രോക്സൈഡിനെ റിയാക്ട് ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടും? ഒരു സാൾട്ടും കിട്ടും, അതിൻ്റെ കൂടെ വാട്ടറാണ് കിട്ടുന്നത്. ഇതാണ് എന്ത് റിയാക്ഷൻ? ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. ന്യൂട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആസിഡിനെ ബേസിനെ റിയാക്ട് ചെയ്യിപ്പിച്ച് നമുക്ക് എന്ത് കിട്ടും? സാൾട്ടും വാട്ടറും കിട്ടും. അപ്പോൾ ആ ഒരു ഫോർമുലയിലുള്ള റിയാക്ഷൻ എന്താ? എഥനോയിക് ആസിഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ്, സോഡിയം എഥനോയേറ്റ്, വാട്ടർ. ഓപ്ഷൻ ഡി ആണ്. നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. ഈ ഒരു രീതിയിലുള്ള ചോദ്യം വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ റിയാക്ഷൻ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പോൾ പഠിക്കുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ പേപ്പറിൽ എഴുതി ഇതൊന്ന് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. എഥനോയിക് ആസിഡിൻ്റെ അസിഡിക് നേച്ചർ കാണിക്കുന്ന റിയാക്ഷനാണ്. എഥനോയിക് ആസിഡിൻ്റെ അസിഡിക് നേച്ചർ. ഓക്കെ, യെസ്, ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് കണ്ടീഷൻ ഈസ് എസെൻഷ്യൽ ഫോർ ക്ലോറിൻ ടു റിയാക്ട് റാപ്പിഡ്ലി വിത്ത് എൻ ആൽക്കെയിൻ? ഓക്കെ, ക്ലോറിൻ ടു റിയാക്ട് വിത്ത് ആൽക്കെയിൻ എന്ന് പറയുന്നത് സാച്ചുറേറ്റഡ് ആണ് അല്ലേ? സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ജനറലി ഉണ്ടാക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? സബ്സ്റ്റിറ്റ്യൂഷൻ. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കണമെങ്കിൽ അവിടെ എന്ത് വേണം? സൺലൈറ്റ് വേണം, സൂര്യപ്രകാശം വേണം. ഓക്കെ, സൂര്യപ്രകാശം വേണം. ഓക്കെ, സൂര്യപ്രകാശം റിയാക്ഷൻ വേണം. സൂര്യപ്രകാശം ഈ റിയാക്ഷനിൽ വേണം. അതായത് CH4 + Cl2 ഗിവിങ് CH3Cl + HCl. ഇവിടെ എന്ത് വേണം? സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യം വളരെ ആവശ്യമാണ്. ഓപ്ഷൻ സി. ഓക്കെ, അടുത്ത ചോദ്യം, എസ്റ്റേഴ്സ് എന്ന് പറയുന്നത് പെർഫ്യൂം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതാണ്. സ്വീറ്റ് സ്മെല്ലിംഗ്. ഓപ്ഷൻ ബി. എസ്റ്ററുകൾ എന്ന് പറയുന്നത് സ്വീറ്റ് സ്മെല്ലിംഗ് ആണ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് അഡിഷൻ റിയാക്ഷൻ? അഡിഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പഠിച്ചു. അഡിഷൻ എന്ന് പറയുന്നത് ഹൈഡ്രോജനേഷൻ ആണ്. അതിലേക്ക് ഹൈഡ്രജൻ ആഡ് ചെയ്യാണ്. അപ്പോൾ അഡിഷൻ എന്ന് പറയുന്നത് എന്താണ്? ഹൈഡ്രോജനേഷൻ. ആൽക്കീനുകളിലേക്ക് ഹൈഡ്രജൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആൽക്കെയിൻ കിട്ടും. ഇതാണ് എന്ത്? ഹൈഡ്രോജനേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഹൈഡ്രോജനേഷൻ റിയാക്ഷൻ. സോ ഹൈഡ്രോജനേഷൻ ഓഫ് ഈഥെയ്ൻ അഡിഷൻ റിയാക്ഷൻ ആണ്. ഓക്കെ, യെസ്. When ethanol react with ethanoic acid in presence of H2SO4,
എഥനോൾ എന്ന് പറയുന്നത് എന്താണ്? ആൽക്കഹോൾ. എഥനോയിക് ആസിഡ് എന്ന് പറയുന്നത് എന്താണ്? ആസിഡ്. എന്തിൻ്റെ സാന്നിധ്യത്തിൽ? ആസിഡിക് മീഡിയം, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. നമുക്ക് എന്ത് കിട്ടും? എസ്റ്റർ. എസ്റ്ററിൻ്റെ കൂടെ വാട്ടർ. ഈ റിയാക്ഷനെയാണ് എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ. അപ്പോൾ പ്രോഡക്റ്റ് എന്താണ്? എസ്റ്റർ. ഓപ്ഷൻ സി, എസ്റ്റർ പ്ലസ് H2O. സെലക്ട് ദ കറക്റ്റ് എക്സാമ്പിൾ ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ് ദാറ്റ് ഡസ് നോട്ട് റെപ്രസെൻറ്റ് എനി ഡബിൾ ബോണ്ട് ഇൻ ദ സ്ട്രക്ചർ. പ്രൊപ്പനോയിക് ആസിഡ്. പ്രൊപ്പനോയിക് ആസിഡ് എന്ന് പറയുമ്പോൾ CH3 CH2 C ഡബിൾ ബോണ്ട് OH. ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട് അല്ലേ? COOH എന്നാണ്. അവിടെ ഡബിൾ ബോണ്ട് വരുന്നുണ്ട്. നമ്മുടെ COOH എന്ന് പറയുന്ന ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? C ഡബിൾ ബോണ്ട് OH എന്ന് പറയുന്ന ഗ്രൂപ്പാണ്. അപ്പോൾ ഇവിടെ ഒരു ഡബിൾ ബോണ്ട് വന്നു. അപ്പോൾ ഇതല്ല. പ്രൊപ്പനോൺ കീറ്റോൺ ആണ്. കീറ്റോൺ എന്ന് പറയുമ്പോൾ C ഡബിൾ ബോണ്ട് ആണ്. അവിടെയും ഡബിൾ ബോണ്ട് വന്നു. അല്ല. പ്രൊപ്പനോൾ. പ്രൊപ്പനോൾ എന്ന് പറയുമ്പോൾ എന്താണ്? CH3 CH2 OH ആണ്. ഇവിടെ സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ സി, പ്രൊപ്പനോൾ. പ്രൊപ്പനാൾ എന്തുകൊണ്ടല്ല? ഇവിടെ CHO ആണ്. C ഡബിൾ ബോണ്ട് OH, CHO. അവിടെയും ഒരു ഡബിൾ ബോണ്ട് വന്നു. അപ്പോൾ പ്രൊപ്പനാളും അല്ല. നമ്മുടെ ആൻസർ എന്താ? ഓപ്ഷൻ സി, പ്രൊപ്പനോൾ. അടുത്ത ചോദ്യം. വാട്ട് ഹാപ്പൻസ് വെൻ നാഫ്തലിൻ ബോൾ ഈസ് ബേൺഡ് ഇൻ എ മെറ്റൽ പ്ലേറ്റ് ഇൻ എ ഓപ്പൺ സ്പേസ്? നാഫ്തലീൻ എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം, അതൊരു അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ആണ്. അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ആണെങ്കിൽ അത് കത്തുന്നത് എങ്ങനെയായിരിക്കും? യെല്ലോ ഫ്ലെയിം ആയിട്ടായിരിക്കും. യെല്ലോ ഫ്ലെയിമിൽ കത്തും. അതുപോലെ തന്നെ കരി, ഒരു മെറ്റൽ പ്ലേറ്റ് നമ്മൾ മേലെ പിടിച്ചു വെച്ചാൽ അവിടെ കരി, ബ്ലാക്ക് സൂട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ആൻസർ. കത്തിക്കഴിഞ്ഞാൽ ഒരു യെല്ലോ ഫ്ലെയിം ആയിരിക്കും ഉണ്ടാവുക. കാരണം എന്താണ്? നാഫ്തലീൻ എന്ന് പറയുന്നത് ഒരു അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ആണ്. കൂടാതെ മറ്റു പ്രത്യേകത എന്താണ്? ഒരു മെറ്റൽ പ്ലേറ്റ് മേലെ വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് സൂട്ട്, കറുത്ത കാര്യം കംപ്ലീറ്റ് കമ്പസ്റ്റൻ അവിടെ സംഭവിക്കുന്നില്ല, കംപ്ലീറ്റ് ആയിട്ട് കത്തുന്നില്ല. അതുകൊണ്ട് തന്നെ കരി അവിടെ ഡെപ്പോസിറ്റ് ചെയ്യും. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ചോദ്യം. ഇൻ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഇൻവോൾവിങ് ആൻ ആൽക്കെയിൻ, വാട്ട് ഹാപ്പൻസ് ടു ദ ഹൈഡ്രജൻ ആറ്റം ഓഫ് ദ ആൽക്കെയിൻ മോളിക്യൂൾ? സബ്സ്റ്റിറ്റ്യൂഷൻ പേര് തന്നെ ഉണ്ട്. സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരാളെ മാറ്റി പകരം വേറൊരാൾ വരിക എന്നുള്ളതാണ് അല്ലേ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ എന്താ സംഭവിക്കുന്നത്? ദേ ആർ റീപ്ലേസ്ഡ് അല്ലേ? റീപ്ലേസ്ഡ് എന്നുള്ളതാണ്. ദേ ആർ റീപ്ലേസ്ഡ് ബൈ അതർ ആറ്റംസ് ഓർ ഗ്രൂപ്പ് ഓഫ് ആറ്റം. They are replaced by other atoms or group of atoms. Option A. The IUPAC name of the following compound. IUPAC name പറയാനാണ് പറയുന്നത്. CH3 CHBr CH2 CH3. അപ്പോൾ നമ്മൾ ഈ ചെയിൻ ആദ്യം നമ്പർ കൊടുക്കുക. ഇവിടെ നിന്ന് തുടങ്ങണം. കാരണം ബ്രോമിന് ഏറ്റവും ചെറിയ നമ്പർ വേണം. 1 2 3 4 5. 5 കാർബൺ ഉണ്ട്. അപ്പോൾ ഇത് പെൻറ്റെയിൻ ആണ്. രണ്ടാമത്തെ കാർബണിലാണ് സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ 2 ബ്രോമോ പെൻറ്റെയിൻ. 2 ബ്രോമോ പെൻറ്റെയിൻ എന്നുള്ളതാണ് ഇയാളുടെ പേര്. ഓപ്ഷൻ ബി, 2 ബ്രോമോ പെൻറ്റെയിൻ. അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് സ്ട്രെയിറ്റ് ചെയിൻ ഹൈഡ്രോകാർബൺ? സ്ട്രെയിറ്റ് ചെയിൻ, ബ്രാഞ്ചിങ് ഒന്നും ഇല്ലാത്ത എന്താണ്? ബ്യൂട്ടെയിൻ എന്നെഴുതി കഴിഞ്ഞാൽ നേരെ 4 കാർബണാണ്, ബ്രാഞ്ചിങ് ഇല്ല. 3 മീഥൈൽ പെൻറ്റെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? പെൻറ്റെയിൻ ഇങ്ങനെ വരും. 1 2 3 4 5. 5 കാർബൺ. മൂന്നാമത്തെ കാർബണിൽ ഓക്കെ ടോട്ടൽ എത്ര കാർബൺ? 5 കാർബൺ. 1 2 3 4. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ സ്മോളസ്റ്റ് ആൽക്കെയിൻ ദാറ്റ് ക്യാൻ ഫോം എ സ്റ്റേബിൾ റിംഗ്? ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള റിംഗ് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും സ്മോളസ്റ്റ് ആൽക്കെയിൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? സൈക്ലോപ്രൊപ്പെയിൻ എന്ന് പറയുന്നതാണ് അതിൻ്റെ ആൻസർ. സി സൈക്ലോപ്രൊപ്പെയിൻ ഈസ് ദ കറക്റ്റ് ആൻസർ. ഇങ്ങനെ 3 കാർബൺ ആറ്റം ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ വരികയാണെങ്കിൽ അതെന്താണ്? സൈക്ലോപ്രൊപ്പെയിൻ എന്നുള്ളതാണ് അതിൻ്റെ പേരെന്ന് പറയുന്നത്. സൈക്ലോപ്രൊപ്പെയിൻ. 4 കാർബൺ ഇങ്ങനെ റിങ് പോലെ വരുന്നുണ്ടെങ്കിൽ അതെന്താണ്? സൈക്ലോബ്യൂട്ടെയിൻ ആയിരിക്കും. 5 കാർബൺ വരുന്നുണ്ടെങ്കിൽ സൈക്ലോപെൻറ്റെയിൻ ആയിരിക്കും.
അപ്പോൾ നമ്മൾ തുടങ്ങുന്ന എന്തിനാ, മിനിമം 3 കാർബണെങ്കിലും വേണം. 3 കാർബണെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഒരു സൈക്ലിക് കോമ്പൗണ്ട് ഉണ്ടാവാനായിട്ട് ഉള്ള ഒരു സാധ്യതയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പേരെന്താണ്, സൈക്ലോ പ്രൊപ്പെയിൻ എന്ന് പറയുന്നതാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി. വാട്ട് ഈസ് ദ ഡിഫറൻസ് ഇൻ മോളിക്കുലാർ മാസ് ബിറ്റ്വീൻ 2 സക്സസീവ് മെമ്പേഴ്സ് ഇൻ എ ഹോമലോഗസ് സീരീസ്? ഒരു ഹോമലോഗസ് സീരീസിൽ അടുത്തടുത്ത മെമ്പേഴ്സിൻ്റെ ഇടയിലുള്ള വ്യത്യാസം എന്താണ്? ഒരു CH2 ഗ്രൂപ്പിൻ്റെ വ്യത്യാസമാണ്. ഒരു കാർബൺ ആറ്റത്തിൻ്റെ മാസ് 12, 2 ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ +2, 14 യൂണിറ്റ് ആണ് ടോട്ടൽ മാസ് അല്ലേ. 14 യൂണിറ്റിൻ്റെ ഡിഫറൻസ് ആണ്. ഓപ്ഷൻ സി. റെഫർ 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ഗിവൺ ബിലോ ആൻഡ് സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ. കാർബോക്സിലിക് ആസിഡ് ആർ സ്ട്രോങ് ആസിഡ് ദാറ്റ് കംപ്ലീറ്റ്ലി. അല്ല, നമ്മൾ പറഞ്ഞു സാധാരണ ആസിഡുകൾ പോലെയല്ല, വളരെ വീക്കായിട്ടുള്ള ആസിഡുകളാണ് കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് എ തെറ്റാണ്. എഥനോയിക് ആസിഡ് ഈസ് എ വീക്ക് ആസിഡ് കമ്പയർഡ് ടു ഹൈഡ്രോക്ലോറിക് ആസിഡ്. അത് കറക്റ്റാണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എഥനോയിക് ആസിഡ് വളരെ വീക്കാണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് എ റോങ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് ബി എന്താണ്, കറക്റ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് എ ഈസ് ഇൻകറക്റ്റ് ബട്ട് ബി ഈസ് കറക്റ്റ്. Butane exists in 2 different forms, one a straight chain and one with a branched chain. What is this phenomenon called? Butane 2 ഡിഫറെൻറ്റ് സ്ട്രക്ചറിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സെയിം മോളിക്കുലാർ ഫോർമുലയാണ്. ഇതിനെയാണ് നമ്മൾ ഐസോമെറിസം എന്ന് പറയുന്ന. ഓപ്ഷൻ എ. ഒന്ന് നേരെ എക്സിസ്റ്റ് ചെയ്യും, 1 2 3 4. ഒന്ന് 1 2 3, ഇവിടെ ഒരു ബ്രാഞ്ച്. ഇതിനെ നമ്മൾ എന്ത് പറയും, ഐസോ ബ്യൂട്ടൈൻ എന്നാണ് വിളിക്കുക. ആദ്യത്തെ എന്താണ്, നോർമൽ ബ്യൂട്ടൈൻ ആണ്. എഥനോയിക് ആസിഡ് റിയാക്ട് വിത്ത് ആൽക്കഹോൾ. എഥനോയിക് ആസിഡിൻ്റെ കൂടെ ആൽക്കഹോൾ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, എസ്റ്റർ കിട്ടും. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ഷിഫ്റ്റുകളിൽ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട് എസ്റ്റർ. ദ റിയാക്ഷൻ ഓഫ് ആൻ ആൽക്കഹോൾ വിത്ത് എഥനോയിക് ആസിഡ് ഇൻ ദ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ് ടു ഫോം വാട്ടർ ആൻഡ്, പിന്നെയും ചോദിച്ചിരിക്കുകയാണ്, ആൽക്കഹോൾ ആസിഡ് എന്ത് ഫോം ചെയ്യും, എസ്റ്ററും വാട്ടറും കിട്ടും. എസ്റ്റർ. അടുത്ത ചോദ്യം, ദ കറക്റ്റ് IUPAC നെയിം ഓഫ് CH3COCH3 ഇങ്ങനെയാണ് സ്ട്രക്ചർ. ഇതെന്താണ്, ഒരു കീറ്റോൺ ആണല്ലേ. CO എന്നുള്ള ഫംഗ്ഷൻ ഗ്രൂപ്പാണ് കീറ്റോൺ. 3 കാർബൺ ഉണ്ട്, 1 2 3. അപ്പോൾ ഇയാളുടെ പേരെന്താണ്, പ്രൊപ്പനോൺ. അപ്പോൾ എന്താണ്, പ്രൊപ്പനോൺ എ കീറ്റോൺ വിത്ത് ദ കാർബണൈൽ. ഇതിനെയാണ് കാർബണൈൽ ഗ്രൂപ്പ് എന്ന് പറയുക. C ഡബിൾ ബോണ്ട് on the middle carbon. Option C. Okay, option C. The functional group which does not contain oxygen heteroatom. ഓക്സിജൻ ഇല്ലാത്ത ഒരു ഫംഗ്ഷൻ ഗ്രൂപ്പ്, ഹാലോ അല്ലേ. ഹാലോ എന്ന് പറയുമ്പോൾ അവിടെ എന്താ വരുന്നത്, ഒന്നുകിൽ ക്ലോറിൻ ആയിരിക്കാം, അല്ലെങ്കിൽ ബ്രോമിൻ, അല്ലെങ്കിൽ ഫ്ലൂറിൻ, അയഡിൻ. ഇതൊക്കെ സാധ്യതയുള്ളൂ. ഓക്സിജൻ ആയിരിക്കില്ല. ബാക്കി എല്ലാത്തിലും എന്തുണ്ട്, ഓക്സിജൻ ഉണ്ട്. ആൽക്കഹോൾ ആണെങ്കിൽ OH, കീറ്റോൺ ആണെങ്കിൽ C ഡബിൾ ബോണ്ടോ, കാർബോക്സിലിക് ആസിഡ് ആണെങ്കിൽ C ഡബിൾ ബോണ്ടോ OH, COOH. അതിലൊക്കെ ഓക്സിജൻ ഉണ്ട്. എഥനോയിക് ആസിഡ് റിയാക്ട് വിത്ത് എഥനോൾ ഇൻ പ്രസൻസ് ഓഫ് കോൺസെൻട്രേറ്റഡ്. എഥനോയിക് ആസിഡ് റിയാക്ട് വിത്ത് എഥനോൾ. ആസിഡ് എത്ര തവണയായി ചോദ്യം ചോദിക്കുന്നത് അല്ലേ. ആസിഡും ആൽക്കഹോളും റിയാക്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, എസ്റ്റർ കിട്ടും. എസ്റ്റർ O8 എന്ന് പറയും. O8. ഈഥൈൽ എഥനോയേറ്റ് എന്നാണ് അതിൻ്റെ പേര്. ഓക്കെ, ഈഥൈൽ എഥനോയേറ്റ്, എസ്റ്റർ O8. അപ്പോൾ എസ്റ്റർ ഫോം ചെയ്യുന്ന റിയാക്ഷനാണ്. ഈഥൈൽ എഥനോയേറ്റ് ആണ് ആ ഒരു എസ്റ്ററിൻ്റെ പേരെന്ന് പറയുന്നത്. വിച്ച് പ്രോപ്പർട്ടി ഈസ് ഷോൺ ബൈ എഥനോൾ? എഥനോൾ കാണിക്കുന്ന പ്രോപ്പർട്ടി എന്താണ്, എഥനോൾ എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് എ സ്വീറ്റ് സ്മെൽ ആൻഡ് ഇറ്റ് ഈസ് വോളറ്റൈൽ. സ്വീറ്റ് ആയിട്ടുള്ള ഒരു സ്മെല്ലുണ്ട്. അതുപോലെ തന്നെ എന്താണ്, അത് വോളറ്റൈലാണ്, പെട്ടെന്ന് ആവിയായി പോകും. ഓക്കെ, ക്ലിയർ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെൻറ്റ് എ സ്ട്രെയിറ്റ് ചെയിൻ നേരെ ചെയിൻ ഏതാണ്? ബ്യൂട്ടൈൻ നേരെ ചെയിനാണ്. 4 കാർബൺ ആറ്റമുള്ള നേരെ ചെയിനുള്ളതിനെയാണ് നമ്മൾ ബ്യൂട്ടൈൻ എന്ന് വിളിക്കുക. ബെൻസീൻ എന്ന് പറയുമ്പോൾ എന്താ, അത് റിംഗ് ആണ്, സ്ട്രെയിറ്റ് ചെയിൻ അല്ല, റിംഗ് കോമ്പൗണ്ടാണ്.
ഐസോബ്യൂട്ടൈൻ എന്ന് പറയുന്നത് എന്താ? ബ്രാഞ്ചിങ് സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്, ബ്രാഞ്ചിങ് ആണ്. സൈക്ലോപെൻറ്റൈൻ എന്ന് പറയുന്നത് എന്താണ്? ഇങ്ങനെ പെൻറ്റൈൻ ഷേപ്പിൽ ഇങ്ങനെ ഇവിടെയൊക്കെ കാർബൺ ആറ്റമാണ്. അതും എന്താണ്? സൈക്ലിക് ആണ്, സ്ട്രെയിറ്റ് ചെയിൻ അല്ല. അപ്പോൾ സ്ട്രെയിറ്റ് ചെയിൻ ഇതിൽ ഏത് മാത്രമേ ഉള്ളൂ? ബ്യൂട്ടൈൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, അടുത്ത ചോദ്യം. വാട്ട് ഈസ് ടിപ്പിക്കലി ഇൻവോൾവ് ഇൻ അഡിഷൻ റിയാക്ഷൻ? അഡിഷൻ റിയാക്ഷനിൽ എന്താ സംഭവിക്കുന്നത്? ഓക്കെ, അഡിഷൻ റിയാക്ഷൻ. യെസ്, അഡിഷൻ റിയാക്ഷനിൽ ആറ്റംസ് ഗെറ്റ് ആഡഡ് ടു അൺസാച്ചുറേറ്റഡ് ബോണ്ട്. അഡിഷൻ നമ്മൾ പറഞ്ഞു എങ്ങനെയുള്ള കോമ്പൗണ്ടുകളിലാണ്? അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ആൽക്കൈനുകളിലാണ് നടക്കുന്നത്. ഉദാഹരണത്തിന് CH2 ഡബിൾ ബോണ്ട് CH2, അതിലേക്ക് ഹൈഡ്രജനെ ആഡ് ചെയ്യാണ് അഡിഷൻ. അപ്പോൾ ഈ 2 ഹൈഡ്രജനും ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്യപ്പെടും, ഓരോന്നും ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്യപ്പെടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? CH3 സിംഗിൾ ബോണ്ട് CH3 ആൽക്കെയിൻ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. യെസ്, അടുത്ത ചോദ്യം. ഐഡൻറ്റിഫൈ ദ പ്രോഡക്റ്റ് ഇൻ ദ റിയാക്ഷൻ ഗിവൺ ബിലോ. നമ്മൾ ആൽക്കഹോൾ എടുക്കുകയാണ്, എഥനോളിനെ ഓക്സിഡൈസിങ് ഏജൻറ്റുമായിട്ട് റിയാക്ട് ചെയ്യുകയാണ്. ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്താണ്? പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ആണ്. അപ്പോൾ നമുക്കൊരു പ്രോഡക്റ്റ് കിട്ടുന്നുണ്ട് അല്ലേ? ആൽക്കഹോളിനെ ഓക്സിഡൈസ് ചെയ്താൽ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് എന്താ കിട്ടുക? ആസിഡാണ് കിട്ടുക. അപ്പോൾ ഇവിടെയുള്ള ആൽക്കഹോൾ എന്താണ്? ഇവിടെയുള്ള ആൽക്കഹോൾ എന്ന് പറയുന്നത് എഥനോളാണ്. എഥനോളിനെ ഓക്സിഡൈസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എഥനോയിക് ആസിഡ് കിട്ടും. എഥനോയിക് ആസിഡ് ഓപ്ഷൻ എ. എഥനോയിക് ആസിഡ് ഓപ്ഷൻ എ. അടുത്ത ചോദ്യം. സൈക്ലോഹെക്സൈൻ ഈസ് ബെസ്റ്റ് ക്ലാസിഫൈഡ് ആസ് വിച്ച് ടൈപ്പ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്? സൈക്ലോഹെക്സൈൻ ഇങ്ങനെയാണ് അയാളുടെ സ്ട്രക്ചർ. അതെങ്ങനെയാണ്? ഒരു സാച്ചുറേറ്റഡ് ആണ് എന്ന് വെച്ചാൽ സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ. സിംഗിൾ ബോണ്ട് മാത്രമുണ്ടെങ്കിൽ അതിനെ നമ്മൾ സാച്ചുറേറ്റഡ് എന്നാണ് പറയുക. സാച്ചുറേറ്റഡ് സൈക്ലിക് ആലിസൈക്ലിക് എന്ന് പറയും. സാച്ചുറേറ്റഡ് ആലിസൈക്ലിക് കോമ്പൗണ്ട് കമ്പോസ്ഡ് ഓഫ് 6 കാർബൺ ആറ്റംസ് ഇൻ എ റിംഗ്. ഓപ്ഷൻ ബി. സൈക്ലോഹെക്സൈൻ എന്താണ്? സാച്ചുറേറ്റഡ് ആലിസൈക്ലിക് കോമ്പൗണ്ട് കമ്പോസ്ഡ് ഓഫ് 6 കാർബൺ ആറ്റംസ് ഇൻ എ റിംഗ്. അടുത്ത ചോദ്യം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ. സ്റ്റേറ്റ്മെന്റ് എ, ആൽക്കഹോൾ റിയാക്ട് വിത്ത് സോഡിയം ടു ഇവോൾവ് ഹൈഡ്രജൻ. ശരിയാണ്, നമ്മൾ ആ റിയാക്ഷൻ പറഞ്ഞിരുന്നു. ആൽക്കഹോൾ സോഡിയത്തിൻ്റെ കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഹൈഡ്രജൻ ഗ്യാസ് കിട്ടും. നോ ഗ്യാസ് ഈസ് ഇവോൾവ് വെൻ സോഡിയം റിയാക്ട്സ് വിത്ത് എഥനോൾ. തീർച്ചയായിട്ടും തെറ്റാണ്. ഹൈഡ്രജൻ അവിടെ ഉണ്ടാകുന്നുണ്ട്. ഒരു ആസിഡ് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് ആ റിയാക്ഷൻ. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് എ ശരിയാണ്, ബി തെറ്റാണ്. ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം. ഡാഷ് ജനറലി ഹാസ് ലോങ് അൺസ്റ്റേബിൾ കാർബൺ ചെയിൻ. അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള കാർബൺ ചെയിൻ ഉള്ളത് ഇതിലാണ്? വെജിറ്റബിൾ ഓയിലാണ്. അൺസാച്ചുറേറ്റഡ് ആണ് വെജിറ്റബിൾ ഓയിൽ. ലോങ് അൺസ്റ്റേബിൾ കാർബൺ ചെയിൻ. യെസ്, അപ്പോൾ അടുത്ത ചോദ്യം. വാട്ട് ഈസ് ദ പ്രൈമറി റോൾ ഓഫ് എ ഫങ്ഷണൽ ഗ്രൂപ്പ് ഇൻ ആൻ ഓർഗാനിക് കോമ്പൗണ്ട്? ഒരു ഓർഗാനിക് സംയുക്തത്തിൽ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ ആവശ്യകത എന്താണ്, അല്ലെങ്കിൽ പ്രസക്തി എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് വരുമ്പോഴാണ് അതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് എൻറ്റയർലി ചേഞ്ച് ചെയ്യുന്നത്, മാറുന്നത്. അപ്പോൾ ആൽക്കഹോളുകളുടെ സ്വഭാവമല്ല ആസിഡുകൾക്കുള്ളത്, ആസിഡുകളുടെ സ്വഭാവമല്ല കീറ്റോണുകൾക്കുള്ളത്, കീറ്റോണുകളുടെ സ്വഭാവമല്ല ആൽഡിഹൈഡുകൾക്കുള്ളത്. അപ്പോൾ ഇവരൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഫങ്ഷൻ ഗ്രൂപ്പാണ്. സോ ടു പ്രൊവൈഡ് ക്യാരക്ടറിസ്റ്റിക് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എ കോമ്പൗണ്ട് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ. എഥനോൾ ഈസ് മിസിബിൾ വിത്ത് വാട്ടർ. നമ്മൾ ആൽക്കഹോൾ വെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും മിക്സ് ആവും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമ്മൾ എഥനോൾ എന്ന് പറയുമ്പോൾ CH3 CH2OH ആണ്. വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? H2O ആണ്. അപ്പോൾ വാട്ടറിലെ ഓക്സിജനുമായിട്ട് ഈ ഒരു ഹൈഡ്രജൻ ബോണ്ടിങ്ങിൽ ഏർപ്പെടും. ഇതിനെയാണ് നമ്മൾ ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയാം. ഈ ഹൈഡ്രജൻ ബോണ്ടിങ് കാരണമാണ് പൂർണ്ണമായിട്ടും എഥനോൾ അവിടെ മിക്സ് ആവുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ്? ഏത് ഫങ്ഷൻ ഗ്രൂപ്പ് ഉള്ളത് കൊണ്ടാണ്? ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്. ഈ OH ഗ്രൂപ്പിനെ നമ്മൾ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്നാണ് വിളിക്കുക. ഇത് കാരണമാണ് ഇത് മിസിബിൾ ആവുന്നത്, പൂർണ്ണമായിട്ട് ലയിച്ച് ചേരുന്നത് വെള്ളത്തിൽ. ദ നേച്ചർ ഓഫ് ദ ബോണ്ട് ഫോംഡ് ഇൻ അലിഫാറ്റിക് കാർബൺ കോമ്പൗണ്ട് ഈസ്. ഏത് നേച്ചറാണ്? ഈ പറഞ്ഞ ഓർഗാനിക് സംയുക്തങ്ങളിലുള്ള ബോണ്ടുകളൊക്കെ തന്നെ എന്താണ്? കോവലൻ്റ് ബോണ്ട്സ് ആണ്. ഓപ്ഷൻ ബി ആണ്, കോവലൻ്റ് ആണ്. ഷെയറിങ്ങിലൂടെയാണ് ബോണ്ട് ഉണ്ടാക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ അബൌട്ട് ഹോമോലോഗസ് സീരീസ്? ഓൾ മെമ്പേഴ്സ് ഹാവ് ഡിഫറെൻറ്റ് ഫങ്ഷൻ ഗ്രൂപ്പ്. ഓൾ മെമ്പേഴ്സ് ഹാവ് ദ സെയിം മോളിക്കുലർ വെയ്റ്റ്. ഈച്ച് successive members differ by CH2 group. All members have the same boiling point.
ഏറ്റവും കറക്റ്റായിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താ? ഈച്ച് സക്സസീവ് മെമ്പർ ഡിഫർ ബൈ CH2 ഗ്രൂപ്പ്. അടുത്തടുത്തുള്ള മെമ്പേഴ്സ് CH2 ഗ്രൂപ്പിൻ്റെ ഒരു വ്യത്യാസം കാണിക്കും. ഓക്കെ, എല്ലാവർക്കും ഒരേ ഫങ്ഷൻ ഗ്രൂപ്പ് ആയിരിക്കും അല്ലേ? ഹോമോലോഗ സീരീസിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. വിച്ച് among the following organic compound is saturated? സാച്ചുറേറ്റഡ് എന്ന് പറയുമ്പോൾ S വെച്ച് നിങ്ങൾ കണക്ട് ചെയ്ത് സിംഗിൾ ബോണ്ട് മാത്രമുള്ളവരെയാണ് നമ്മൾ സാച്ചുറേറ്റഡ് എന്ന് പറയുന്നത്. ആൽക്കൈനുകൾ മാത്രമാണ്. അപ്പോൾ പ്രൊപ്പൈൻ അല്ല, അത് ആൽക്കൈനാണ്. ബ്രോമോ പ്രൊപ്പൈൻ ആണ്, പ്രൊപ്പീൻ അല്ല. പെട്ടെന്ന് കിട്ടും. ഓപ്ഷൻ ബി ആണ് ആൻസർ. 2-methyl propane has the same molecular formula as that which of the following? 2-methyl propane എന്ന് പറയുന്നത് എന്താ? 1, 2, 3, രണ്ടാമത്തതിൽ ഒരു ബ്രാഞ്ച്. ഇതാണ് 2-methyl propane. ടോട്ടൽ എത്ര കാർബൺ? 1, 2, 3, 4. 4 കാർബൺ സിംഗിൾ ബോണ്ട്. ബ്യൂട്ടൈൻ്റെ ഒരു ഐസോമർ ആണ് എന്ത്? 2-methyl propane എന്ന് പറയുന്നത്, അഥവാ ഐസോബ്യൂട്ടൈൻ എന്നുള്ള പേര് ഇയാൾക്കുണ്ട്. What is formed when ethanol is oxidized using an oxidizing agent? എഥനോളിനെ ഓക്സിഡൈസ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഓർത്ത് വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെന്തായാലും ചോദിക്കും. മെഥനോയിക് ആസിഡ് കിട്ടും. ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്താണ്? ആൽക്കലൈൻ KMnO4 ആണ്. ആൽക്കലൈൻ പൊട്ടാസ്യം പെർമാംഗനേറ്റ് വെച്ച് റിയാക്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? എഥനോയിക് ആസിഡ് കിട്ടും. CH3COOH. ഓക്കെ, അൺസാച്ചുറേറ്റഡ് കാർബൺസ് ആർ മോർ റിയാക്റ്റീവ്. അൺസാച്ചുറേറ്റഡ് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഡബിൾ ബോണ്ട് ഉണ്ടാവും അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ഉണ്ടാവും. ഇവർക്ക് ഇലക്ട്രോൺ ക്ലൗഡ് കൂടുതലാണ്. എന്ന് വെച്ചാൽ ഇവർ ആകർഷിക്കും, റിയാക്ഷന് വേണ്ടി ബാക്കിയുള്ള എലമെൻസിനെ ആകർഷിക്കും. ദേ ആർ മോർ റിയാക്റ്റീവ് ദാൻ സാച്ചുറേറ്റഡ്. ആൽക്കൈനുകളെക്കാളും റിയാക്റ്റീവ് ആണ് ആൽക്കീനുകളും ആൽക്കൈനുകളും. ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് കാർബൺ കോമ്പൗണ്ട്, വാട്ട് ക്യാരക്ടറൈസസ് എ ബ്രാഞ്ച്ഡ് ചെയിൻ സ്ട്രക്ചർ? ബ്രാഞ്ച്ഡ് ചെയിൻ, carbon atoms are attached to the main carbon chain forming side group. ഇതാണ് ബ്രാഞ്ച്ഡ് ചെയിൻ്റെ പ്രത്യേകത. അതായത് ഒരു മെയിൻ കാർബൺ ചെയിൻ ഉണ്ടാവും, അതിലേക്ക് കാർബണുകൾ ഇങ്ങനെ അറ്റാച്ച് ചെയ്യുമ്പോഴാണ് അതിന് ബ്രാഞ്ചിങ് സംഭവിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സ്ട്രെയിറ്റ് ചെയിൻ സാച്ചുറേറ്റഡ്? അപ്പോൾ ആൽക്കെയിൻ ആണ് അല്ലേ? സ്ട്രെയിറ്റ് ചെയിൻ സാച്ചുറേറ്റഡ് ഏതാണ്? ബ്യൂട്ടൈൻ ആണ്. ഓപ്ഷൻ ഡി. Straight chain saturated, CCC. Which property enables carbon to form long chain? സെൽഫ് ലിങ്കിങ് ആണ് അല്ലേ? കാർബണിന് സ്വയം ലിങ്ക് ചെയ്ത് വലിയ കോമ്പൗണ്ട്സ് ഉണ്ടാക്കാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കാറ്റനേഷൻ എന്ന് വിളിക്കുന്നത്. ഓപ്ഷൻ സി, കാറ്റനേഷൻ. വിച്ച് സ്റ്റേറ്റ്മെന്റ് ഡസ് നോട്ട് റിലേറ്റ് ദ വേഴ്സറ്റൈൽ നേച്ചർ ഓഫ് കാർബൺ? ഇറ്റ് ക്യാൻ ഹാവ് സിംഗിൾ, ഡബിൾ ആൻഡ് ട്രിപ്പിൾ ബോണ്ട്. ശരിയാണ്. ഇറ്റ് ഈസ് ടെട്രാവാലൻ, ഇറ്റ് ഹാസ് കാറ്റനേഷൻ, ഇറ്റ് ക്യാൻ ബോണ്ട് അയോണിക്കലി. തെറ്റാണ്. അത് കോവലൻ ബോണ്ടാണ് ഉണ്ടാക്കുക. അതുകൊണ്ടാണ് കുറേ കോമ്പൗണ്ട്സ് ഉണ്ടാക്കുന്നത്. അയോണിക് ആയിട്ടുള്ള ബോണ്ട് അതിൽ കാണാനുള്ള സാധ്യത വളരെ കുറവാണ്. കോവലൻ ബോണ്ടാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹൈഡ്രോ കാർബൺ കണ്ടെയ്ൻ എ ബ്രാഞ്ച്ഡ് ചെയിൻ? ഐസോബ്യൂട്ടൈൻ എന്ന് പറയുന്നത് എന്താ? 2-methyl propane. ഇതിനെയാണ് ഐസോബ്യൂട്ടൈൻ എന്ന് പറയുന്നത്. ബ്രാഞ്ച്ഡ് ചെയിൻ അല്ലേ? ഓപ്ഷൻ ഡി. What unique property of carbon atom enables them to form long and stable chain with other carbon atom? Self-linking capability ആണ്. അതിനെ നമ്മൾ എന്താ വിളിക്കുക? കാറ്റനേഷൻ എന്നാണ് വിളിക്കുക. കാറ്റനേഷൻ. അലോട്രോപ്പി എന്ന് പറഞ്ഞാൽ എന്താ? രൂപാന്തരമാണ്. കാർബണിന് 3 അലോട്രോപ്പുകളാണുള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് ഡയമണ്ട് വരുന്നുണ്ട്, ഒന്ന് ഗ്രാഫൈറ്റ് വരുന്നുണ്ട്, ഒന്ന് ഫുള്ളറിൻ വരുന്നുണ്ട്. ഡയമണ്ട്, ഗ്രാഫൈറ്റ്, ഫുള്ളറിൻ. അതായത് കാർബൺ പല സ്ട്രക്ചറായിട്ട് ഓറിയൻറ്റ് ചെയ്തിരിക്കുന്ന, പല സ്ട്രക്ചറൽ ഓറിയൻറ്റേഷനിൽ കിടക്കുന്ന അവസ്ഥേനെയാണ് നമ്മൾ രൂപാന്തരം, അലോട്രോപ്പ് എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് ആൻസർ? കാറ്റനേഷനാണ്. വിച്ച് ഫങ്ഷൻ ഗ്രൂപ്പ് റെപ്രസെൻറ്റ് ആൽഡിഹൈഡ് എന്താണ്? CHO. ഓപ്ഷൻ ബി. അല്ലെങ്കിൽ ഇത് ശരിക്കും എഴുതുന്നത് എങ്ങനെയാണ്? C ഡബിൾ ബോണ്ട് OH എന്നാണ്. വാട്ട് ഹാപ്പൻസ് ഡ്യൂറിങ് ഓക്സിഡേഷൻ ഓഫ് എഥനോൾ? ആൽക്കഹോൾ ഓക്സിഡൈസ് ചെയ്താൽ അതെന്തായിട്ട് മാറും? ആസിഡായിട്ട് മാറും. ആൽക്കഹോൾ ആസിഡ് പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. എഥനോൾ ഈസ് കൺവേർട്ടഡ് ഇൻ ടു എഥനോയിക് ആസിഡ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസ്ക്രൈബ് ദ വേഴ്സറ്റൈൽ നേച്ചർ ഓഫ് കാർബൺ? എബിലിറ്റി ടു ഫോം ലോങ് ബോണ്ട്സ് വിത്ത് അതർ കാർബൺ ആറ്റം ഗിവിംഗ് റൈസ് ടു ലാർജ് മോളിക്യൂൾ. ശരിയാണ്. ടു ഫോം ഡബിൾ ബോണ്ട്സ് വിത്ത് അതർ കാർബൺ ആറ്റം. ദ എബിലിറ്റി ടു ഫോം ബോണ്ട്സ് വിത്ത് അതർ ആറ്റംസ് ലൈക്ക് ഓക്സിജൻ, നൈട്രജൻ, സൾഫർ, ഹൈഡ്രജൻ. ശരിയാണ്. ഓൾ ABC എല്ലാം ശരിയാണ്. 3 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആൽക്കഹോൾ ഈസ് കോമൺലി യൂസ്ഡ് ആസ്?
ഇപ്പോൾ ഏറ്റവും പ്രശ്നമായിട്ട് നടക്കുന്നത് അതാണ് അല്ലേ. നമ്മൾ എഥനോൾ മിക്സ് ചെയ്യുന്ന E20 മിക്സിംഗ് ഒക്കെ വലിയ പ്രശ്നമായിട്ട് നടക്കുകയാണ്. ഇപ്പോൾ ഒരു ഫ്യൂവലായിട്ട് നമുക്ക് പെട്രോളിൻ്റെ കൂടെ മിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ആളാണ് എഥനോൾ എന്ന് പറയുന്നത്. എഥനോൾ, അതിൻ്റെ പേരിലാണ് ഈ പ്രശ്നമൊക്കെ നടക്കുന്നത്, എഥനോൾ. വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് ഈസ് എ സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ? സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ, സാച്ചുറേറ്റഡ് എന്ന് പറയുമ്പോൾ സിംഗിൾ ബോണ്ട് മാത്രം ഇരിക്കണം. സിംഗിൾ ബോണ്ട് എന്ന് പറയുമ്പോൾ ആൽക്കെയിൻ ആണ്, ANE അവസാനം വരണം. സൈക്ലോഹെക്സൈൻ, ഇതൊരു സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ ആണ്. ബാക്കിയെല്ലാം അൺസാച്ചുറേറ്റഡ് ആണ്. വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ബെസ്റ്റ് ഡിസ്ക്രൈബ് ഹോമോലോഗസ് സീരീസ്? എ സീരീസ് ഓഫ് കോമ്പൗണ്ട്സ് ഹാവിങ് ജനറൽ ഫോർമുല. ജനറൽ ഫോർമുല ഉണ്ടായിരിക്കണം. സിമിലർ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആയിരിക്കണം. കോൺസിക്യൂട്ടീവ് ഡിഫറിങ് ബൈ CH ഗ്രൂപ്പ്. കറക്റ്റാണ്, ബെസ്റ്റ് ഡിസ്ക്രിപ്ഷനാണ്. ദാറ്റ് ഹാവ് ബ്രാഞ്ച്ഡ് ചെയിൻ അല്ല, വിത്ത് ഡിഫറെൻ്റ് അല്ല, സെയിം ഫംഗ്ഷൻ ഗ്രൂപ്പാണ്. എ സീരീസ് ഓഫ് എലമെൻറ്റ്സ് വിത്ത് സിമിലർ ഫിസിക്കൽ അല്ല, ഡിഫറെൻറ്റ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കൺസിഡേർഡ് ആൻ ഓർഗാനിക് കോമ്പൗണ്ട്? ഇതിൽ ഓർഗാനിക് കോമ്പൗണ്ട് അല്ലാത്ത എന്താണ്? സോഡിയം കാർബണേറ്റ്. സംശയമൊന്നും വേണ്ട, സോഡിയം കാർബണേറ്റ് ഒരു ഇനോർഗാനിക് സംയുക്തമാണ്, ഇനോർഗാനിക് കോമ്പൗണ്ടാണ്. ഇതൊരു സാൾട്ട് പോലെയുള്ള രൂപമാണ്, ഇനോർഗാനിക് കോമ്പൗണ്ടാണ്, ഓർഗാനിക് സംയുക്തമല്ല. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബിലോങ്സ് ടു ആൽക്കൈൻ? ആൽക്കൈൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ജനറൽ ഫോർമുല നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി, CnH2n-2. കൃത്യമായിട്ട് ജനറൽ ഫോർമുല ഓർത്ത് വെക്കണേ. ആൽക്കെയിനിൻ്റെ എങ്ങനെയായിരുന്നു? ആൽക്കെയിനിൻ്റെ CnH2n+2. ആൽക്കീനിൻ്റെ എങ്ങനെയാണ്? CnH2n. ആൽക്കൈനിൻ്റെ CnH2n-2. അപ്പോൾ ആ ഒരു രീതിയിൽ വരുന്ന ആളുണ്ടോ നോക്കിയാൽ മതി. CnH2n-2. C3H4 കണ്ടോ? CnH2n-2 എന്നുള്ള ഫോർമാറ്റിലല്ലേ? ഓപ്ഷൻ ബി. Each succeeding members of the homologous series of alkane differs from the previous one by a unit that consists of. ഹോമോലോഗസ് സീരീസിൽ അടുത്തടുത്ത മെമ്പേഴ്സിൻ്റെ ഇടയിൽ CH2 ഗ്രൂപ്പിൻ്റെ വ്യത്യാസമാണ് അല്ലേ. 1 carbon and 2 hydrogen, 1 carbon and 2 hydrogen, 1 carbon and 2 hydrogen. Which structural feature contributes to the high reactivity of unsaturated? എന്തുകൊണ്ട് ഈ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ആൽക്കീനുകളും ആൽക്കൈനുകളും ഭയങ്കര റിയാക്ടിവിറ്റി കാണിക്കുന്നു? ഈ ഒരു എക്സ്ട്രാ ഇലക്ട്രോൺ ക്ലൗഡ് ഉള്ളത് കൊണ്ടല്ലേ. എക്സ്ട്രാ ഇലക്ട്രോൺ ക്ലൗഡ് ഉള്ളത് കൊണ്ട്, എക്സിസ്റ്റൻസ് ഓഫ് ഡബിൾ ഓർ ട്രിപ്പിൾ ബോൺസ് ബിറ്റ്വീൻ കാർബൺ ആറ്റം. അതുള്ളത് കൊണ്ടാണ് ഇവിടെ എന്ത് സംഭവിക്കുന്നത്? റിയാക്ഷൻ സംഭവിക്കുന്നത്. വിച്ച് പ്രോപ്പർട്ടി ഓഫ് കാർബൺ ആറ്റം എനേബിൾസ് 1 carbon atom ടു ഫോം? സെൽഫ് ലിങ്കിങ്. സെൽഫ് ലിങ്കിങ് എബിലിറ്റി എന്താണ്? കാറ്റനേഷൻ. ഓപ്ഷൻ എ, കാറ്റനേഷൻ. The covalent bonding behavior of the carbon compounds corresponding to which of the following characteristics of these compound? കോവലൻ കോമ്പൗണ്ടുകൾ പൊതുവെ ലോ ബോയിലിംഗ് പോയിൻ്റ് ആയിരിക്കും അല്ലേ. ലോ ബോയിലിംഗ് പോയിൻറ്റ്, ബോത്ത് ലോ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻറ്റ്. രണ്ടും കുറവായിരിക്കും. മെൽറ്റിംഗ് പോയിൻറ്റും കുറവായിരിക്കും, ബോയിലിംഗ് പോയിൻറ്റും കുറവായിരിക്കും. ഓപ്ഷൻ ബി. Unsaturated hydrocarbon usually produce. Unsaturated hydrocarbon usually produce. Unsaturated എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ട് കത്തില്ല. അൺസാച്ചുറേറ്റഡ് ആണെങ്കിൽ യെല്ലോ ഫ്ലെയിമാണ്. യെല്ലോ ഫ്ലെയിമും ബ്ലാക്ക് സ്മോക്കും ഉണ്ടാവും. സാച്ചുറേറ്റഡ് ആണെങ്കിൽ ബ്ലൂ ഫ്ലെയിമാണ്. യെല്ലോ ഫ്ലെയിം വിത്ത് ബ്ലാക്ക് സ്മോക്ക്. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോഡക്റ്റ് ഈസ് ഫോംഡ് ഓൺ കംപ്ലീറ്റ് കമ്പസ്റ്റൻ? ഹൈഡ്രോകാർബൺ കംപ്ലീറ്റ് ആയിട്ട് കത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കിട്ടും? കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും, വാട്ടറും കിട്ടും. കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമാണ് കംപ്ലീറ്റ് ആയിട്ട് കത്തിക്കഴിഞ്ഞാൽ കിട്ടുന്നത്, CO2 ആൻഡ് വാട്ടർ. പ്രൊപ്പനോൺ. പ്രൊപ്പനോൺ എന്ന് പറയുന്നത് എന്താ? CH3, C ഡബിൾ ബോണ്ടോ CH3. പ്രൊപ്പനോൺ എന്താണ്? കീറ്റോൺ ആണല്ലേ, കീറ്റോൺ. ഓപ്ഷൻ ബി. വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് ഈസ് ക്ലാസിഫൈഡ് ആസ് സാച്ചുറേറ്റഡ് സിംഗിൾ ബോണ്ട്? ആൽക്കെയിൻ ആയിരിക്കണം. അപ്പോൾ ഇതിൽ ഏതാണ് ആൽക്കെയിൻ? ഈഥെയിൻ. സംശയമൊന്നും വേണ്ട, ഈഥെയിൻ, ANE. വിച്ച് ടൈപ്പ് ഓഫ് ബോണ്ട് ഈസ് പ്രസൻറ്റ് ബിറ്റ്വീൻ കാർബൺ ആറ്റം ഇൻ സാച്ചുറേറ്റഡ്? സാച്ചുറേറ്റഡിൻ്റെ ഇടയിൽ സിംഗിൾ ബോണ്ട്, SS. അപ്പോൾ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാനുള്ള ഒരു പോയിൻ്റാണ്. സാച്ചുറേറ്റഡ് ആണെങ്കിൽ എന്നിവിടെ എഴുതാം, സാച്ചുറേറ്റഡ് ആണെങ്കിൽ അവർക്കിടയിൽ സിംഗിൾ ബോണ്ട് മാത്രം. ഇനി ഇവർ കോമൺ ആയിട്ട് കാണിക്കുന്ന റിയാക്ഷൻ എന്താണ്? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, SSS കണക്ഷൻ. സാച്ചുറേറ്റഡ് സിംഗിൾ ബോണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ത് വേണം? സൺലൈറ്റ് വേണം, പിന്നെ ഒരു S വരികയാണ്. ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം. സാച്ചുറേറ്റഡ് സിംഗിൾ ബോണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ, അതിനെന്ത് വേണം? സൺലൈറ്റ് വേണം. വാട്ട് ഈസ് ഡിഫൈനിങ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ആൻ അൺസാച്ചുറേറ്റഡ് കാർബൺ കോമ്പൗണ്ട്?
അൺസാച്ചുറേറ്റഡ്. അതിനെന്ത് വേണം? അറ്റ്ലീസ്റ്റ് വൺ ഡബിൾ ഓർ ട്രിപ്പിൾ ബോണ്ട് ബിറ്റ്വീൻ കാർബൺ ആറ്റം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ ഓർഗാനിക് കോമ്പൗണ്ട്? കൂട്ടത്തിൽ ഓർഗാനിക് കോമ്പൗണ്ട് ഏതാണ്? ഓപ്ഷൻ എ C2H6. C2H6 എന്ന് പറയുന്നത് CnH2n+2 ആണ് അല്ലേ? എന്ത് വിഭാഗത്തിലാണ്? ആൽക്കെയിൻ ആണ്. അല്ലെങ്കിൽ ഇതിൻ്റെ പേരെന്താണ്? ഈഥെയിൻ എന്നാണ് IUPAC നെയിം. ആൽക്കെയിൻ അഥവാ ഈഥെയിൻ ആണ് IUPAC നെയിം. ബാക്കിയെല്ലാം ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് ബ്രാഞ്ച്ഡ് ചെയിൻ ഹൈഡ്രോ കാർബൺ? ഇതിലേതാ ബ്രാഞ്ച്ഡ് ചെയിൻ? ഐസോബ്യൂട്ടൈൻ എന്ന് പറയുന്ന ബ്രാഞ്ചിങ് വരുന്നുണ്ടല്ലോ, ഇങ്ങനെയാണ് ഐസോബ്യൂട്ടൈൻ. ബാക്കിയെല്ലാം സ്ട്രെയിറ്റ് ചെയിൻ ആണ്. ഓപ്ഷൻ ഡി. കാർബൺ ക്യാൻ ഫോം ലോങ് ചെയിൻസ് ബിക്കോസ് ഇറ്റ് എക്സിബിറ്റ് ടെട്രാ വാലൻസി അല്ലേ? 4 അയാളുടെ വാലൻസി. അതിനെയാണ് നമ്മൾ ടെട്രാ വാലൻസി എന്ന് പറയുന്നത്. ആൻഡ് ഷോസ് കാറ്റനേഷൻ. ടെട്രാ വാലൻസിയും കാണിക്കുന്നുണ്ട്, കാറ്റനേഷനും കാണിക്കുന്നുണ്ട്. ടെട്രാ വാലൻസി ആൻഡ് കാറ്റനേഷൻ. സെൽഫ് ലിങ്കിങ്. വാട്ട് ഈസ് ദ IUPAC നെയിം ഓഫ് എൻ ഓർഗാനിക് കോമ്പൗണ്ട് വിത്ത് 2 കാർബൺ ആറ്റം? 2 കാർബൺ ആറ്റം ഉണ്ട്, ഒരു ഹൈഡ്രോക്സിൽ ഫംഗ്ഷൻ ഗ്രൂപ്പ് ഉണ്ട്. CH3CH2OH ആണ്. ഇയാളുടെ പേരെന്താ? എഥനോൾ. ഈഥെയിൻ പ്ലസ് ഓൾ, എഥനോൾ. ഓപ്ഷൻ ഡി. 2 സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. എഥനോയിക് ആസിഡ് റിയാക്ട് വിത്ത് സോഡിയം ഹൈഡ്രോക്സൈഡ് ടു ഫോം സോഡിയം അസറ്റേറ്റ് ആൻഡ് വാട്ടർ. എഥനോയിക് ആസിഡ് CH3COOH ആണ് എഥനോയിക് ആസിഡ്. അതിൻ്റെ കൂടെ സോഡിയം ഹൈഡ്രോക്സൈഡ് നമ്മൾ റിയാക്ട് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കിട്ടുക? CH3COON കിട്ടും. CH3COON പ്ലസ് വാട്ടർ കിട്ടും. ഇതാണെന്ത്? സോഡിയം അസറ്റേറ്റ് എന്ന് പറയുന്നത്. ശരിയാണ്. ദിസ് റിയാക്ഷൻ ഈസ് കോൾഡ് ന്യൂട്രലൈസേഷൻ. ശരിയാണ്. ഒരു ആസിഡ് ബേസുമായിട്ട് റിയാക്ട് ചെയ്ത് നമുക്കൊരു സാൾട്ട് കിട്ടുന്നുണ്ട്, അതിൻ്റെ കൂടെ വാട്ടറും കിട്ടുന്നുണ്ട്. ഇങ്ങനെയുള്ള റിയാക്ഷനെ നമ്മൾ എന്താ വിളിക്കുക? ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്നാണ്. സ്റ്റേറ്റ്മെൻറ്റ് ബിയും ശരിയാണ്. സ്റ്റേറ്റ്മെൻറ്റ് A and B ആർ കറക്റ്റ്. ഓപ്ഷൻ ഡി. ഫ്രം ദ ഗിവൺ കോമ്പൗണ്ട് വിച്ച് ഈസ് ദ ഫ്യൂവൽ അഡിക്റ്റീവ്? ഫ്യൂവലിൽ E20 എഥനോൾ. A straight chain 3 carbon atoms having no double bond and OH function group at first carbon atom is named as CH3CH2CH2OH. 3 കാർബൺ ആറ്റം, ഡബിൾ ബോണ്ട് ഒന്നുമില്ല, OH ഫംഗ്ഷൻ ഗ്രൂപ്പ്. എന്ത് വിളിക്കും? പ്രൊപ്പനോൾ. ആൽക്കഹോൾ ആണ് അല്ലേ? പ്രൊപ്പനോൾ. ഓപ്ഷൻ ബി. വാട്ട് ഈസ് ദ ഫോർമുല? ഫോമിക് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താ? HCOOH അഥവാ മെഥനോയിക് ആസിഡിനെയാണ് നമ്മൾ ഫോമിക് ആസിഡ് എന്നുള്ള കോമൺ നെയിമിൽ വിളിക്കുന്നത്. ഉറുമ്പ് കുത്തുമ്പോഴുള്ള ആസിഡ്. അപ്പോൾ CH2O2 അല്ലേ? CH2O2 അല്ലെങ്കിൽ HCOH. ഓപ്ഷൻ ബി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് സാച്ചുറേറ്റഡ് സിംഗിൾ ബോണ്ട്? പ്രൊപ്പെയിൻ. എയിൻ എവിടെ വരുന്നുണ്ട് നോക്കിയാൽ മതി. ഓപ്ഷൻ സി. Which 2 properties of carbon are mainly responsible for the formation of large number of carbon compounds? Tetravalency and catenation. നോക്കേണ്ട ആവശ്യം പോലുമില്ല. ടെട്രാവാലൻസി, കാറ്റനേഷൻ. Which of the following is a ring chain hydrocarbon? എന്താണ്? ബെൻസീൻ ആണ്. Which of the following hydrocarbon is saturated single bond? Butane. Which of the following function group is represented by OH? Alcohol. OH alcohol ആണ് അല്ലേ? OH is alcohol. The basic modification with a prefix or suffix in the nomenclature is the indicator of എന്താണ്? ഫംഗ്ഷൻ ഗ്രൂപ്പാണ്. പ്രഫിക്സ് അല്ലെങ്കിൽ സഫിക്സ്. ആൾ എന്നൊക്കെ സഫിക്സ് ചേർക്കുന്നില്ല, അല്ലെങ്കിൽ ക്ലോറോ പ്രിഫിക്സ് ചേർക്കുന്നില്ല. അതൊക്കെ എന്തിൻ്റെ ഇൻഡിക്കേഷനാണ്? ഫംഗ്ഷൻ ഗ്രൂപ്പ് അവിടെ ഉണ്ട്. വാട്ട് ഡു മെമ്പേഴ്സ് ഓഫ് എ ഹോമോലോഗസ് സീരീസ് ഡിഫർ ഫ്രം ഈച്ച് അതർ? 1 കാർബൺ ആറ്റം 2 ഹൈഡ്രജൻ ആറ്റം. 1 കാർബൺ ആറ്റം 2 ഹൈഡ്രജൻ ആറ്റം. ഓപ്ഷൻ ഡി. യെസ്. അടുത്ത ചോദ്യം. എഥനോൾ റിയാക്ട് വിത്ത് സോഡിയം. സോഡിയമായിട്ട് റിയാക്ട് ചെയ്താൽ, അതായത് ഒരു ആസിഡ് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുന്ന പോലെ സിമിലർ ആണ്. അപ്പോൾ ഇവിടെ സോഡിയം എഥോക്സൈഡും കിട്ടും, അതിൻ്റെ കൂടെ ഹൈഡ്രജൻ ഗ്യാസ്. മെറ്റൽ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? H2 ഗ്യാസ് ആണ് കിട്ടുക. സംശയമൊന്നും വേണ്ട. ഓപ്ഷൻ ബി. ദ characteristic feature of carbon that lead to the formation of large number of compound is it tetravalency and catenation. ഇത് തന്നെ ഒരു 3-4 ഷിഫ്റ്റുകളിലായിട്ട് ചോദിച്ചിട്ടുണ്ട്.
വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ ഫോർ സാച്ചുറേറ്റഡ്? സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ബോണ്ട്. ദേ ഹാവ് ഓൺലി സിംഗിൾ ബോണ്ട് ബിറ്റ്വീൻ കാർബൺ ആറ്റം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സൈക്ലിക്? സൈക്ലിക് എന്നതിന് പേരിൻ്റെ മുന്നിൽ സൈക്ലോ എന്നുള്ള വാക്കുണ്ടാവും. സൈക്ലോഹെക്സൈൻ. സൈക്ലിക്, സൈക്ലോഹെക്സൈൻ. An organic compound always contain which of the following? ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൽ എപ്പോഴും എന്തുണ്ടാവും? അറ്റ്ലീസ്റ്റ് 1 കാർബൺ ആറ്റം ഉണ്ടാവും. ഒരു കാർബൺ ആറ്റം ഉണ്ടാവുക എന്നുള്ളത് അതിൻ്റെ ഒരു മിനിമമാണ്, ബെയർ മിനിമമാണ്. കാർബൺ ഉണ്ടായിരിക്കണം. കാർബൺ കെമിസ്ട്രിയെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. വാട്ട് ഈസ് ദ ടൈപ്പ് ഓഫ് ബോണ്ടിങ് ദാറ്റ് യൂഷ്വലി എക്സിസ്റ്റ് ഇൻ മോസ്റ്റ് ഓഫ് ദ കാർബൺ കോമ്പൗണ്ട്? എന്താണ്? കോവലന്റ് ബോണ്ടിങ് ആണ്. കോവലന്റ് ബോണ്ടിങ് ആണ്. ചോദ്യം റിപ്പീറ്റ് ചെയ്യപ്പെട്ടതാണ്. ഓക്കെ, ഡിലീറ്റ് ചെയ്യാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബോണ്ട് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ലാർജ് നമ്പർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്? സിമിലർ ക്വസ്റ്റ്യൻ ആണ്. കോവലന്റ് ബോണ്ട് കാരണമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് ഈസ് അൺസാച്ചുറേറ്റഡ്? അൺസാച്ചുറേറ്റഡ് ആയിരിക്കണമെങ്കിൽ ഒന്നെങ്കിൽ ആൽക്കീൻ ആയിരിക്കണം, അല്ലെങ്കിൽ ആൽക്കൈൻ ആയിരിക്കണം. ഈ ഗ്രൂപ്പിൽ ഓപ്ഷൻ സി, പ്രൊപ്പീൻ. കാർബൺ ഹാസ് യുണീക്ക് എബിലിറ്റി ടു ഫോം ബോണ്ട്സ് വിത്ത് അതർ ആറ്റംസ് ഓഫ് കാർബൺ ഗിവിംഗ് റൈസ് ടു ലാർജ് മോളിക്യൂൾ. ദിസ് പ്രോപ്പർട്ടി ഈസ് കോൾഡ് ആസ് കാറ്റനേഷൻ. അല്ലേ? ഓപ്ഷൻ ഡി, കാറ്റനേഷൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കോമൺ നെയിം ഓഫ് എഥനോൾ? എഥനോളിൻ്റെ പേരെന്താ? ഈഥൈൽ. ഈഥൈൽ ആൽക്കഹോൾ എന്നാണ്. ഈഥൈൽ ആൽക്കഹോൾ. ഈഥൈൽ ആൽക്കഹോളാണ് എഥനോൾ. ഹൗ മെനി കാർബൺ ആറ്റംസ് ആർ പ്രസൻറ്റ് ഇൻ ബെൻസീൻ റിംഗ്? ബെൻസീൻ്റെ ഫോർമുല എന്താണ്? C6H6. അപ്പോൾ 6 കാർബൺ ആറ്റം, 6 ഹൈഡ്രജൻ ആറ്റം. 6 കാർബൺ ആറ്റം, 6 ഹൈഡ്രജൻ ആറ്റം. വിച്ച് ടൈപ്പ് ഓഫ് ബോണ്ടിങ് എക്സിസ്റ്റ് ഇൻ മോസ്റ്റ് ഓർഗാനിക് കോമ്പൗണ്ട്? കോവലന്റ്. കോവലന്റ് ബോണ്ടാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ്ലി എക്സ്പ്ലെയിൻ വൈ കാർബൺ ഫോംസ് കോവലന്റ് ബോണ്ട്സ് ഇൻ ഓർഗാനിക് കോമ്പൗണ്ട്? Carbon has 4 electrons in its outer shell and shares electron to complete its octet. ഷെയർ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. അതുകൊണ്ടാണ് കോവലന്റ് ബോണ്ട്സ് ഉണ്ടാകുന്നത്, അല്ലേ? യെസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഹോമോലോഗസ് സീരീസ്? ഹോമോലോഗസ് സീരീസ് എന്ന് പറയുമ്പോൾ ഒരേ ഫംഗ്ഷൻ ഗ്രൂപ്പ് ആയിരിക്കണം, ഒരേ ഗ്രൂപ്പ് ആയിരിക്കണം. ഇവിടെ പേരിൻ്റെ അവസാനം ഒരേപോലെയുള്ളത് ആരൊക്കെയാണ്? മീഥൈൻ, ഈഥൈൻ, പ്രൊപ്പൈൻ. അത് ഹോമോലോഗസ് സീരീസ് ആണ്. എല്ലാവരും ആൽക്കെയിൻസ് ആണ്, ബാക്കിയെല്ലാം വ്യത്യസ്തമാണ്. What is a primary characteristic that defines organic compound? They are formed only by living organism. They are compounds that conduct electricity in their molten state. They primarily consist of carbon and hydrogen atom forming covalent compound. എന്നാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ സി. ലിവിങ് ഓർഗാനിസത്തിന് മാത്രമല്ല, നമുക്ക് ലാബുകളിലും ഉണ്ടാക്കാം, അല്ലേ? എ മോളിക്യൂൾ ഓഫ് മീഥൈൻ കണ്ടെയ്ൻസ് 1 കാർബൺ ആറ്റം ബോണ്ടഡ് ടു 4 ഹൈഡ്രജൻ ആറ്റം. അതിൻ്റെ ഫോർമുല എന്താ? CH4 എന്നാണ്. സിമ്പിൾ. ഓപ്ഷൻ എ, CH4. Which of the following hydrocarbons are organic compounds with elements? Which of the following hydrocarbons? Hydrocarbons എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങനെയാണ് ചോദ്യം എന്ന് വിശ്വസിക്കാം. ഹൈഡ്രോകാർബൺസ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രജനും കാർബണും ഉള്ളവരെയാണ് നമ്മൾ ഹൈഡ്രോകാർബൺ എന്ന് വിളിക്കുന്നത്. ഓപ്ഷൻ ബി. കെമിക്കൽ ഫോമുല ഓഫ് ഗ്ലൂക്കോസ് നോട്ട് ചെയ്ത് വെക്കുക. ഗ്ലൂക്കോസിൻ്റെ കെമിക്കൽ ഫോമുല C6H12O6 എന്നാണ്. ഇമ്പോർട്ടൻറ്റ്, നോട്ട് ചെയ്ത് വെക്കുക. ചോദ്യം വരാൻ ചാൻസ് വളരെ വളരെ കൂടുതലാണ്. C6H12O6. യെസ്. അപ്പോൾ നമ്മളെ കാർബൺ അല്ലെങ്കിൽ ഓർഗാനിക് കെമിസ്ട്രി എന്നുള്ള ചാപ്റ്റർ വലിയൊരു വീഡിയോ ആണ്. ഈ PDF കിട്ടാനായിട്ട് നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിലായിട്ട് ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിലേക്ക് ജോയിൻ ചെയ്യുക. PDF അവിടെ അവൈലബിൾ ആയിരിക്കും. യെസ്, നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് റിവൈസ് ചെയ്യുക. ഓക്കെ, താങ്ക്